ICT മാർക്കറ്റ് മേക്കേഴ്സ് സീരീസ് എപ്പിസോഡ് 8 നമ്മൾ ICT മാർക്കറ്റ് മേക്കേഴ്സ് സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡിൽ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ഡസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് റീറ്റെയിൽ ലോജിക്. നമ്മളുടെ റീറ്റെയിൽ ലോജിക്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുടെ ചാറ്റ് പാറ്റേൺസ് ഉണ്ട്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇൻഡിക്കേറ്റർ, അങ്ങനെ ഒരുപാട് റീറ്റെയിൽ ലോജിക്സ് ഉണ്ട് മാർക്കറ്റിൽ. അതിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ അഡ്വാൻറ്റേജ് ആക്കി എടുക്കും, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വ്യൂ പോയിന്റിൽ ഈ ഒരു റീറ്റെയിൽ ലോജിക്കിനെ ഏത് ആസ്പെക്റ്റിലാണ് അവരെടുക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ലോജിക്കിനെ തന്നെ നമ്മൾ അതിൽ റീറ്റെയിൽ എൻട്രി മെത്തേഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റീറ്റെയിലർ ലോജിക്കിൽ ഒരു എൻട്രി മെത്തേഡ് കൂടുതൽ പോകാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ മെജോറിറ്റി ആളുകൾ എടുക്കുന്നത് ചാറ്റ് പാറ്റേൺസ് ബേസ്, അതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ബേസ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ബേസ്, അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ഓവറോൾ കോമ്പിനേഷനിലും റീറ്റെയിൽ ലോജിക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ഡസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ യൂസ് റീറ്റെയിൽ ലോജിക്. ഈ മേൽ പറഞ്ഞ റീറ്റെയിൽ ലോജിക്കിൽ എങ്ങനെയാണ് ഈ റീറ്റെയിൽ ലോജിക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ അവർ ഇതിനെ കാണുന്നതെന്ന്. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ചാറ്റ് പാറ്റേൺസിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ചാറ്റ് പാറ്റേൺസ് എന്ന് പറയുന്നത് ഒരു റീറ്റെയിൽ ലോജിക്ക് തന്നെയാണ്. അതിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വ്യൂ പോയിന്റിൽ അവരെങ്ങനെ നോക്കി കാണുന്നു, അവരെങ്ങനെ ഇതിനെ അഡ്വാൻറ്റേജ് ആക്കി എടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അപ്പോൾ നമ്മൾ റീറ്റെയിൽ ലോജിക്കിലെ ഫസ്റ്റത്തെ ലോജിക്കായിട്ടുള്ള ചാറ്റ് പാറ്റേൺസ്, ഓക്കെ, ചാറ്റ് പാറ്റേൺസിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാറ്റ് പാറ്റേൺസ് നമ്മളൊരു റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയും, അതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ പറയും, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചാർട്ട് എക്സാമ്പിൾ പറഞ്ഞ ഒരു 3 ഫേസിലൂടെയാണ് ഒരു ചാർട്ട് കടന്നു പോകുന്നത്. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഈ വീഡിയോ സെറ്റപ്പ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ, നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് ചാറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്. ഇൻ റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ദി ഫോമിലായിരിക്കും അല്ലേ. രണ്ടാമത് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ലെഫ്റ്റ് ഷോൾഡർ, ഒരു റൈറ്റ് ഷോൾഡർ, ഒരു ഹെഡ്. പ്രൈസ് ആദ്യം ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടാക്കി, പ്രൈസ് നെക്സ്റ്റ് ഒരു ഹെഡ് ഉണ്ടാക്കി, പ്രൈസ് ഒരു റൈറ്റ് ഷോൾഡർ ഉണ്ടാക്കി. താഴെ എന്താണ്, ഒരു നെക്ക് ലൈൻ ഫോർമേഷൻ, ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ആയി. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് ആദ്യം ഒരു ഹൈ ഉണ്ടാക്കി, ആ ഹൈനെ പ്രൈസ് ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ഈ ഹൈനെ ബ്രേക്ക് ചെയ്യാതെ ഇവിടെ നിന്ന് പ്രൈസ് താഴേക്ക് പോകുന്നു. ഒരു പ്രൈസിൻ്റെ വീക്ക്നെസ് ആണ് അവിടെ കാണിക്കുന്നത്. പ്രൈസ് എന്താണ്, പ്രൈസ് സപ്പോർട്ട് ലൈനിലെത്തുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അഗ്രസീവായിട്ട് എടുക്കുന്നവർക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാം. SL എവിടെ വെക്കണം, ഹെഡ് ആൻഡ് ഷോൾഡർ പ്രകാരം നമ്മളെ പഠിപ്പിച്ച് വെക്കുന്നത് എവിടെ വെക്കാനാണ്, റൈറ്റ് ഷോൾഡറിൻ്റെയോ ഹെഡിൻ്റെയോ മുകളിൽ വേണം നമ്മൾ SL വെക്കാൻ. ഓക്കെ, റൂൾ ഓഫ് തമ്പ് അങ്ങനെയാണ്. അഗ്രസീവായിട്ട് എടുക്കുന്ന ആളുകൾ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കുക, റൈറ്റ് ഷോൾഡറിൻ്റെയോ ഹെഡിൻ്റെയോ മുകളിൽ SL കീപ്പ് ചെയ്യണം. ഓക്കെ, ഇതാണ് പ്രൊട്ടക്റ്റ് ആയിട്ട് SL വെക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അഗ്രസീവായിട്ട് എടുക്കണ്ട, നിങ്ങൾ കുറച്ച് കൺഫേമേറ്റീവ് ആയിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ കൺഫേമേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചുകൂടി പ്രൈസ് മുകളിൽ വന്ന് ഒരു ബ്രേക്ക് ഔട്ട് ആണെന്ന് കൺഫേം ചെയ്ത് അതിനുശേഷം ഒരു റീടെസ്റ്റിൽ എൻട്രി എടുക്കുക. ഇവിടെ ആര് വരും, റീടെസ്റ്റ് ട്രേഡ് എടുക്കുന്ന ആളുകൾ ഇവിടെ ട്രേഡ് എടുക്കുക. അവരുടെ SL എന്ന് പറയുന്നത് എവിടെയാണ്, റൈറ്റ് ഷോൾഡറിൻ്റെയും ഹെഡിൻ്റെയും മുകളിലായിട്ട് വെക്കുക. റൈറ്റ് ഷോൾഡറിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ SL പ്രൊട്ടക്റ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വെക്കുന്നത്. റൈറ്റ് ഷോൾഡറിൻ്റെ അവിടെ വെക്കുകയാണെങ്കിൽ പ്രൊട്ടക്റ്റ് ആണ്. നീ ഹെഡിൻ്റെ മുകളിലേക്ക് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. കാരണം എന്താണ്, SL കുറച്ച് കൂടുകയുള്ളൂ, അടിക്കുകയേ ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു, ഹെഡ് ആൻഡ് ഷോൾഡർ ഒരു റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു. ഓക്കെ, ഇനി എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ പറയാം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ പറയുകയാണെങ്കിൽ എന്താണ്, ഹെഡ് ആൻഡ് ഷോൾഡർ ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ സിമ്പിളായിട്ട് പറയാം, ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, റൈറ്റ് ഷോൾഡർ, നെക്ക് ലൈൻ. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോയി. ഓക്കെ, ഇവിടെയുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം എന്താ, ഇത് പ്രൈസ് താഴേക്ക് വന്ന് നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേറ്റ് ചെയ്ത്.
ഇവിടെ നിങ്ങൾ നോക്കണമെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു റീറ്റെയിലർ, ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു റീറ്റെയിലർ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ മാർക്കറ്റിൽ ഫോം ആയി കഴിഞ്ഞാൽ ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെല്ല് ചെയ്യും ഇൻ ദ സെൻസ് നിഫ്റ്റിയിലാണ് എങ്കിൽ, നിഫ്റ്റിയിലാണ് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ബേസ് ആണ് ചെയ്യുന്നതെങ്കിൽ ആൾ ഒന്നെങ്കിൽ ഫ്യൂച്ചർ ഷോർട്ട് പോകും, ഓപ്ഷൻസ് ബയ്യിങ് ആണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ഒരു പുട്ട് ഓപ്ഷൻ എടുക്കും, ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു കോൾ സെല്ല് ചെയ്യും. ഈ ഒരു 3 കാര്യങ്ങളാണ് അവിടെ നടക്കാനുള്ള ചാൻസ് മെജോറിറ്റി. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ സെല്ല് ചെയ്ത ഒരാളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഏരിയയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്. ആലോചിച്ച് നോക്കുക, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബൈ ഓർഡർ ആണ്. ഈ ബൈ ഓർഡർ എവിടെയാണ് ഉണ്ടാവുക? നമ്മൾ റീറ്റെയിലർ എസ് എൽ വെക്കുന്ന റൈറ്റ് ഷോൾഡറിൻ്റെയും ഹെഡിൻ്റെയും മുകളിലായിട്ട് എന്തുണ്ടാവും? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇൻ കേസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? പ്രൈസിനെ താഴേക്ക് ഇറക്കും. ഓക്കെ, ഇവിടെ താഴേക്ക് ഇറക്കുന്ന സമയത്ത് എന്താവും? അപ്പോഴാണ് ഇവിടെ സെല്ലിംഗ് വരിക, ആക്ച്വലി ഒരു സെല്ലിംഗ് വരിക. ഈ സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവരുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിലുണ്ടാവും. ഇൻ കേസ് മാർക്കറ്റിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഗ്രസീവായിട്ട് എന്ത് ചെയ്യും? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകും. അവിടെ നിന്ന് ഓർഡേഴ്സ് എല്ലാം ട്രിഗർ ചെയ്തിട്ടായിരിക്കും ദ ആക്ച്വൽ മൂവ് നടക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാകും തോന്നുന്നു. ഒരു റീറ്റെയിൽ ലോജിക്കിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഹെഡ് ആൻഡ് ഷോൾഡർ. നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്ന സമയത്ത് അഗ്രസീവായിട്ടും എടുക്കാം, കൺഫേമേറ്റീവായിട്ടും എടുക്കാം. അഗ്രസീവായിട്ട് എടുക്കുന്ന ഒരാൾ ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുത്തിട്ടുണ്ടാകും. കൺഫോമേറ്റീവ് ആയിട്ടുള്ള ആൾ ബ്രേക്ക് ചെയ്ത് അതൊരു കാൻഡിൽ കൺഫോമേഷനും ഓക്കെ കറക്റ്റ് ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ക്ലോസ് എല്ലാം നോക്കിയിട്ട് ഒരു റീടെസ്റ്റിന് വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് എൻട്രി എടുക്കുന്നതും ഉണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിലെടുത്താലും സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇതിന് രണ്ടിന് മുകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് ഇത് രണ്ടും എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. കാരണം സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബൈ ഓർഡർ ഇതിൻ്റെ മുകളിലുണ്ടാവും. ഇൻ കേസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് ചെയ്യുക? പ്രൈസിനെ താഴേക്ക് ഇറക്കും. അപ്പോഴാണ് ഇൻഡ്യൂസ് ടു സെൽ, റീറ്റെയിലേഴ്സിനെ കൊണ്ട് ഇൻഡ്യൂസ് ടു സെല്ല് ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, പെർഫെക്റ്റ് ആയിട്ടൊരു പാറ്റേൺസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്താൽ എന്തായാലും ഒരുപാട് പേര് അതിൻ്റെ പിന്നാലെ പോകും, സെല്ല് ചെയ്യും, സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ വെക്കും, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മുകളിലേക്ക് പോയിട്ട് ഹണ്ട് ചെയ്ത് താഴേക്ക് വരും. ഓക്കെ, റീറ്റെയിൽ ലോജിക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്വാൻറ്റേജ് ആയി എടുക്കുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ചാർട്ടിൽ പോയിട്ട് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നത് ഒരു ബെയറിഷ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്, ഒരു റിവേഴ്സൽ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആയിട്ടും എടുക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ സ്ട്രക്ചർ എല്ലാം പറഞ്ഞു, എങ്ങനെയാണ് എൻട്രി എടുക്കുന്നത്, സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സ്ഥലം ഏതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ടൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, റൈറ്റ് ഷോൾഡർ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? റൂൾ തമ്പ് പ്രകാരം എന്താണ്, നമ്മുടെ എൻട്രി എവിടെയായിരിക്കും വരിക? നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ എൻട്രി. നമ്മൾ എവിടെയാണ് എസ് എൽ വെക്കേണ്ടത്? റൈറ്റ് ഷോൾഡറിൽ എസ് എൽ വെക്കാം. അതിനുശേഷം എന്താണ്, ഹെഡിൻ്റെ അവിടെയും എസ് എൽ വെക്കാം. ഓക്കെ, ഇപ്പം ഞാൻ എന്ത് ചെയ്തു? റൈറ്റ് ഷോൾഡറിൽ എസ് എൽ വെച്ചു. ഓക്കെ, ഇനി എനിക്ക് വെക്കാൻ പറ്റിയ ടാർഗറ്റ് പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? എനിക്ക് വേണമെങ്കിൽ ഇതൊരു ടാർഗറ്റ് പോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, കറൻറ്റ് ഡേ ലോ ഒരു ആയിട്ട് വെക്കുക. പക്ഷേ കറൻറ്റ് ലോയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് 1:1 വരൂ. ഓക്കെ, നമുക്കെന്താണ്, നമ്മൾ റിസ്ക് റിവാർഡ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 1:2 വേണം. ഓക്കെ, ഇപ്പം എന്താണ്, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വന്നു. ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ആ ഒരു നെക്ക് ലൈൻ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാനൊരു എൻട്രി എടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്യാണ്. എസ് എൽ മാർക്കറ്റ് കൊണ്ടുപോയി. ഓക്കെ, നമ്മളുടെ എസ് എൽ അടിച്ചു. അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് കൂടി നമുക്ക് നോക്കാം.
ഓക്കെ. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡർ എന്താണ് ഹെഡ് ആൻഡ് ഷോൾഡർ നമ്മൾ പറഞ്ഞതുപോലെ വന്നു. പക്ഷേ ഇത് ഫെയിൽ ആവുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഡ് ആൻഡ് ഷോൾഡർ വന്ന ഏരിയ നമ്മളെന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കാം. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് എന്താണ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് താഴെ സംഭവിച്ചിട്ടുണ്ട്, ഒരു ലിക്വിഡിറ്റി ഹണ്ട് മുകളിൽ സംഭവിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരു ലിക്വിഡിറ്റി ഹണ്ട് മാർക്കറ്റ് മുകളിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താണ് നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഓർഡർ ബ്ലോക്ക് അതിനുശേഷം എന്താണ് നമുക്ക് ഇവിടെ ഒരു IDX ഫോം ആയിട്ടുണ്ട്. ഒരു IDX ഫോം ആയിട്ടുണ്ട്. ഓക്കെ. മാർക്കറ്റ് തിരിച്ച് ഈ IDX എടുക്കാൻ വേണ്ടി മാർക്കറ്റ് മുകളിലേക്ക് വന്നതാണ് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. അതിനുശേഷം ഇവിടെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി മാത്രമാണ് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ. ഓക്കെ. ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നത് ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു ടൂൾ മാത്രമാണ്. ഓക്കെ. നമ്മൾ ഇരയായത് ലിക്വിഡിറ്റി ആയിട്ടാണ്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമുക്ക് വേറൊരു ഹെഡ് ആൻഡ് ഷോൾഡർ കൂടി ഫോം ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് മാർക്കറ്റ് വന്ന് ഒരു ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടാക്കി, ഒരു ഹൈ ഉണ്ടാക്കി, അതിനുശേഷം എന്താണ് ഒരു റൈറ്റ് ഷോൾഡർ ഉണ്ടാക്കി. ഓക്കെ. നമ്മളുടെ പാറ്റേൺ എന്ന് പറയുന്നത് ഹെഡ് ആൻഡ് ഷോൾഡർ. ഓക്കെ. ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, അതുപോലെ തന്നെ റൈറ്റ് ഷോൾഡർ. നമ്മളെന്താണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ക്യാൻഡിൽ ക്ലോസിൽ എൻട്രി എടുത്തു. SL എന്ന് പറയുന്നത് റൈറ്റ് ഷോൾഡറിൻ്റെ അടുത്തേക്ക് വെച്ചു. എന്താണ് ഞാൻ ഹൈ ഈ ഒരു ലെവലിലേക്ക് വെക്കാത്തത്? ഈ ഒരു ലെവലിലേക്ക് വെക്കാത്തതെന്ന് പറയുന്നത് എൻ്റെ SL എന്ന് പറയുന്നത് വലിയൊരു SL ആവും. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ റൈറ്റ് ഷോൾഡറിൻ്റെ മുകളിൽ വെച്ചു. റൈറ്റ് ഷോൾഡറിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ 36 പോയിൻറ്റ് എനിക്ക് നിഫ്റ്റി സ്പോട്ടിൽ 36 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് 36 പോയിൻറ്റ് വരുന്ന സമയത്ത് ഒരു 1:2 എങ്കിലും ഞാൻ വെക്കണ്ടേ? ഒരു 1:2 എങ്കിലും ഞാൻ വെക്കണം. ഓക്കെ. 1:2 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ, ഓക്കെ, ഈ ഒരു ലോനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ എന്താണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്തു. നമ്മുടെ സപ്പോർട്ടിനെ അല്ലെങ്കിൽ ആ ഒരു നെക്ക് ലൈനിൻ്റെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത സമയത്ത് നമ്മളൊരു എൻട്രി എടുത്തു. ഇനി എന്താണ് നമ്മൾ റിസെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ. ആ ഒരു ഡേ ക്ലോസ് ചെയ്തു. പിറ്റേ ദിവസം മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്തത്? ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത് എന്താണ്? ദർ ഈസ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ഹിയർ. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ഹിയർ. ഈ ഒരു ഹൈയുടെ മുകളിൽ ലോട്ട് ഓഫ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ഇത് മാനിപ്പുലേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ സ്വീപ്പ് ചെയ്യാതെ ഇവിടെ ഒരു എന്ത് ക്രിയേറ്റ് ചെയ്തു? ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് റീറ്റെയിലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. എന്താണ്? ഇൻഡ്യൂസ് ടു സെല്ല് ചെയ്യാൻ ഇൻഡ്യൂസ് ചെയ്തു. അന്നത്തെ ദിവസം ക്ലോസ് ചെയ്തു. മാർക്കറ്റ് വെന്നെവർ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് കാരണമാവാം മാർക്കറ്റ് ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു. നമ്മളുടെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫെയിലായി. ഓക്കെ. അപ്പോൾ നിങ്ങളെന്താണ് നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ 2 എക്സാമ്പിൾസ് പറഞ്ഞു. ഇനി എന്താണ് നമുക്ക് ഹെഡ് ആൻഡ് ഷോൾഡർ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ അല്ലേ? അപ്പോൾ നമുക്ക് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തത് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ. ഒരു റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. എന്താണ് ഒരു ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. ഇതിൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ലെഫ്റ്റ് ഷോൾഡർ, ഒരു ഹെഡ്, ഒരു റൈറ്റ് ഷോൾഡർ. ഓക്കെ. ഇതൊരു റെസിസ്റ്റൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഇതിനൊരു നെക്ക് ലൈൻ ആയിട്ടായിരിക്കും. ഈ നെക്ക് ലൈൻ എന്ത് ചെയ്യണം? ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കണം. വേണമെങ്കിൽ എന്താണ് നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് കൺഫോമേറ്റീവ് ആയിട്ട് പ്രൈസ് ആ ഒരു റെസിസ്റ്റൻസിലേക്ക് റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്നുകൂടി ഒരു കറക്ഷൻ, ഒരു മൈനർ കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും നോക്കണ്ട, എൻട്രി എടുക്കണം. SL എവിടെയാണ് നമ്മൾ വെക്കേണ്ടത്? റൈറ്റ് ഷോൾഡറിൻ്റെയോ ഹെഡിൻ്റെയോ താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ. ഓക്കെ. അങ്ങനെയല്ലേ ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ചെയ്യേണ്ടത്? നമ്മളെ പഠിപ്പിച്ച് വെച്ചത് അങ്ങനെയാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കുക, റീടെസ്റ്റ് വരുന്ന സമയത്തും എൻട്രി എടുക്കുക. അതിനുശേഷം എന്താണ് SL നമ്മൾ പ്ലേസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ഹെഡിൻ്റെയും അതുപോലെ ഈ റൈറ്റ് ഷോൾഡറിൻ്റെയും താഴെ അല്ലേ?
ഇനി നമുക്കൊരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ നമ്മളെന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നമുക്ക് നോക്കാം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, റൈറ്റ് ഷോൾഡർ. ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ, ഇവിടെ നിന്ന് ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ വന്നാൽ റീറ്റെയിലേഴ്സ് മൊത്തം എന്ത് ചെയ്യും? ബൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. കാരണം ചാറ്റ് പാറ്റേൺസ് നോക്കിയിട്ടാണ് മെജോറിറ്റി ആളുകളും ട്രേഡ് ചെയ്യുന്നത്. മെജോറിറ്റി റീറ്റെയിലേഴ്സ് ട്രേഡ് ചെയ്യുന്നത് ചാറ്റ് പാറ്റേൺസ് നോക്കിയിട്ടാണ്. അപ്പോൾ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ വന്നാൽ എന്താണ് അവരെ പഠിപ്പിച്ചു വെച്ചത്, അല്ലെങ്കിൽ അവർക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തത് എന്താണ്? ബൈയിങ് ചെയ്യണം. ബൈയിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൂൾ ഓഫ് തമ്പ് പ്രകാരം റൈറ്റ് ഷോൾഡറിൻ്റെയും ഹെഡിൻ്റെയും താഴെ ആയിരിക്കണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ യുവർ റിസ്ക് അപ്പാറ്റൈറ്റ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ബൈ ചെയ്യുന്ന ഒരാളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെൽ ഓർഡർ ആയിരിക്കും. സെൽ ഓർഡർ ഇതിന് താഴെയും സെൽ ഓർഡേഴ്സ് റെസ്റ്റിംഗ് ആയിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ അവരെന്താ ചെയ്യുക? അവരെന്ത് ചെയ്യും? പ്രൈസിന് ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ബൈയിങ് പൊസിഷൻ ക്രിയേറ്റ് ആവും. കറസ്പോണ്ട് ആയിട്ട് എന്ത് ചെയ്യും? ഈ റൈറ്റ് ഷോൾഡറിൻ്റെയും അതുപോലെ ഹെഡിൻ്റെയും താഴെ എന്താവും? ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. പ്രൈസിനെ എന്ത് ചെയ്യും? നേരെ താഴ്ത്തിയിട്ട് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടായിരിക്കും ആ ഒരു ബൈയിങ് ഇൻറ്റൻറ്റ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ മാനിപ്പുലേഷൻ നടക്കുന്ന എവിടെയാണ്? അറസ്റ്റിംഗ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്ന ഏരിയ ആയിരിക്കും മാനിപ്പുലേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ എങ്ങനെയാണ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞു. റീറ്റെയിൽ വ്യൂ പോയിന്റിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ എൻട്രി, റൈറ്റ് ഷോൾഡറിൻ്റെയും ഹെഡിൻ്റെയും താഴെ സെൽ. ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിലെ ലിക്വിഡിറ്റി ആണ്, റെസ്റ്റിംഗ് ലിക്വിഡിറ്റി. അവർ ടാർഗറ്റ് ചെയ്യുന്നത് SL പോയിന്റ് ആണ്, അഥവാ ലിക്വിഡിറ്റി ഏരിയാസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? നേരത്തെ ഹെഡ് ആൻഡ് ഷോൾഡർ പറഞ്ഞ പോലെ തന്നെ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ എക്സാമ്പിൾസ് ചാർട്ടിൽ നോക്കാം. നിങ്ങൾ ചാർട്ടിൽ കാണുന്നത് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ആണ് അല്ലേ? നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രൈസ് ഒരു ലെഫ്റ്റ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്തു, ഒരു റൈറ്റ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം എന്താണ്? ഒരു റൈറ്റ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഒന്നും കൂടി പറയാണ്. പ്രൈസ് ആദ്യം എന്ത് ചെയ്തു? പ്രൈസ് ആദ്യം താഴേക്ക് വന്നിട്ട് ഒരു ലെഫ്റ്റ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്തു, ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം റൈറ്റ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്തു. ആ നെക്ക് ലൈൻ അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്താണ് പ്രൈസ് നിൽക്കുന്നത് അല്ലേ? പ്രൈസ് ആ നെക്ക് ലൈനിനെ ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത്. എന്താണ്? ഒരു ലോങ് പൊസിഷൻ ഇവിടെ എടുക്കുന്നു. നമ്മളുടെ റൈറ്റ് ഷോൾഡറിൻ്റെ താഴെ എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഇവിടെ ആയിരിക്കും നമ്മളുടെ SL വരിക. റൈറ്റ് ഹെഡിൻ്റെ അവിടെ എന്തായാലും SL വെക്കില്ല. കാരണം എന്താണ്? ഇല്ലോജിക്കലി എന്താണ്? അത് SL വളരെയധികം കൂടുതലായിരിക്കും. നമ്മൾ ലോജിക്കലായിട്ടൊരു റീറ്റെയിലർ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി എന്താണ്? നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് SL റൈറ്റിൻ്റെ താഴെ. ഇപ്പം SL 48 പോയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ 1:2 പ്രകാരം നമുക്ക് ഏകദേശം നമുക്ക് ടാർഗറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഏതായിരിക്കണം? ഈ ഒരു ഹൈ ടാർഗറ്റ് ചെയ്യണ്ടേ? നെക്സ്റ്റ് ഒരു സ്വിങ് ഹൈ അല്ലേ ടാർഗറ്റ് ചെയ്യുന്നത്? അപ്പോൾ എന്താണ്? നമുക്ക് ജസ്റ്റ് ഇവിടെ വെച്ച് നോക്കാം. അപ്പോൾ എന്താണ്? നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞ പോലെ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്തു. നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത സമയത്ത് പ്രോപ്പറായിട്ട് ഒരു എൻട്രി എടുത്തു. നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത സമയത്ത് ആ ക്യാൻഡിൽ ക്ലോസിൽ എൻട്രി എടുത്തു. ഇനി നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ കറക്റ്റായിട്ട് എൻട്രി എടുത്തു. എന്താണ്? നമ്മൾ വെച്ച ടാർഗറ്റ് വരെ മാർക്കറ്റ് പോയില്ല. അതിന് കുറച്ച് മുന്നേ തന്നെ ഒരു 2 ഇമ്പൾസീവ് ക്യാൻഡിൽസ് വന്നു. അതിനുശേഷം ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയെന്ന് വിചാരിച്ച പോലെ തന്നെ വന്ന് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ലോജിക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ എന്താണ്? നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? മുകളിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ മാർക്കറ്റ് താഴേക്ക് ഫോം ആയിട്ടുണ്ട്. താഴേക്ക് ഫോം ആയിട്ടുണ്ട്. ഈ ഒരു മാനിപ്പുലേഷൻ നടന്ന ഈ ഒരു ബ്ലോക്കിനെ നമ്മളൊരു ഡിമാൻഡ് OB ആയിട്ടാണ് കൺസിഡർ ചെയ്തതെന്ന് വിചാരിക്കുക. പ്രൈസ് എന്താ ചെയ്തത്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ ആ ഡിമാൻഡ് സോണിന്ന് പ്രൈസ് താഴേക്ക് പോയിക്കുകയാണ്. ആ ഡിമാൻഡ് സോണിന്ന് പ്രൈസ് താഴേക്ക് പോയി. പക്ഷെ എന്താണ്? ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കറിയാം എന്താണ്? ഇവിടെ നിന്ന് എൻട്രി വന്നു കഴിഞ്ഞാൽ അവരുടെ SL എന്ന് പറയുന്നത് ഇതിന് താഴെയുമായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഡിമാൻഡിൽ നിന്ന് പ്രൈസ് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ
അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ചെയ്ത സമയത്ത് ആ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈ പൊസിഷൻ എടുക്കുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. ഓക്കെ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ് ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ എന്താണ്, നമുക്ക് വേറൊരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ എക്സാമ്പിൾ കൂടി നോക്കാം. അപ്പം നിങ്ങൾ നെക്സ്റ്റ് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ നോക്കിക്കോ. ഇതാ നെക്സ്റ്റ് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ വന്നിട്ടുണ്ട്, ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ വന്നിട്ടുണ്ട്. നമുക്ക് പാത്ത് ചെയ്ത് നോക്കാം. റൈറ്റ് ഷോൾഡർ, ഹെഡ്, അതിനുശേഷം റൈറ്റ് ഷോൾഡർ, റെസിസ്റ്റൻസ് ബ്രേക്ക് അഥവാ നെക്ക് ലൈൻ ബ്രേക്ക്. ഓക്കെ, നമുക്ക് എൻട്രി എടുക്കാം. എസ് എൽ ഇവിടെ വെക്കാം. റൈറ്റ് ഷോൾഡറിൽ, കറക്റ്റ് റൈറ്റ് ഷോൾഡറിൽ എടുക്കാം. നമുക്ക് വരുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 16 പോയിൻറ്റ്. ഓക്കെ, 16 പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് ഒരു 1:2 എടുക്കാം. ഓക്കെ, 1:2. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മളുടെ ഓക്കെ നമുക്ക് അത് തന്നെ എടുക്കാം, 1:2. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, റൈറ്റ് ഷോൾഡർ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ എൻട്രി എടുത്തു, എസ് എൽ മുകളിലേക്ക് വെച്ചു. റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, എസ് എൽ അടിച്ചു. ഓക്കെ, ആ ഒരൊറ്റ ക്യാൻഡിലിൽ തന്നെ നമ്മൾ എസ് എൽ അടിച്ചു. പ്രൈസ് നേരെ മുകളിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് സ്പൈക്കിൽ തന്നെ നമ്മളുടെ എസ് എല്ലും കൊണ്ടുപോയി മാർക്കറ്റ്. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ആ ഒരു സ്പൈക്കിൽ എന്ത് ചെയ്തു, ആ ഒരു സ്പൈക്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോയി. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ദർ ഈസ് എ ലിക്വിഡിറ്റി ബിൽഡപ്പ്. അങ്ങനെ നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡറും പറഞ്ഞു, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറും പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഒരു ബുള്ളിഷ് പെനറ്റ് പഠിക്കാം. ഓക്കെ, ബുള്ളിഷ് പെനറ്റ് ഒരു റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈസ് മുകളിലേക്ക് കയറി വന്നു, താഴേക്ക് പുഷ്, മുകളിലേക്ക് പുഷ്, താഴേക്ക് പുഷ്, മുകളിലേക്ക് പുഷ്, താഴേക്ക് പുഷ്, മുകളിലേക്ക് പുഷ്, താഴേക്ക് പുഷ്. അതിനുശേഷം മുകളിലേക്കുള്ള ഒരു മേജർ പുഷിൽ എൻട്രി ചെയ്യുക, താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഓക്കെ, ബുള്ളിഷ് പെനറ്റ്. ഓക്കെ, നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു ട്രെൻഡ് ലൈന് ഈ ഒരു ഫോർമേഷനിലും ഒരു ട്രെൻഡ് ലൈൻ വരും, ഈ ഒരു ഫോർമേഷനിലും ട്രെൻഡ് ലൈൻ വരും. ഇതൊരു ബുള്ളിഷ് പെനറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. എന്താണ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ എൻട്രി എടുക്കണം. നമ്മളുടെ എസ് എൽ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ നമുക്ക് വെക്കാം, ഇതിന് താഴെ വെക്കാം, ഇതിന് താഴെ വെക്കാം, ഇതിന് താഴെ വെക്കാം, ഇതിന് താഴെ വെക്കാം. ഓക്കെ, എത്ര ലെഗ് ഉണ്ടോ അതിനൊക്കെ താഴെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബുള്ളിഷ് പാനറ്റ് ഒരു റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ. എന്താണ് പ്രൈസ് മാർക്കറ്റ് മുകളിലേക്ക് കയറി വരുന്നു, അതിനുശേഷം ഇവിടെ ഒരു ബയേഴ്സും സെല്ലേഴ്സും തമ്മിലൊരു ടഗ് ഓഫ് വാർ നടക്കുന്നു. അതിനുശേഷം ബയേഴ്സ് വിജയിക്കുന്ന ബയേഴ്സിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ, ഈ ഒരു താഴേക്ക് പോകുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കണം, ഈ ലോൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ഓക്കെ, നമുക്കെന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൻ്റെ ബേസിൽ ചിന്തിക്കാം. ഓക്കെ, നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു ബുള്ളിഷ് വ്യൂ, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, അതിനുശേഷം മുകളിലേക്ക് പോകുന്ന റാലിയിലേക്ക്. ഇൻ കേസ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് എന്താണ് പ്രൈസ് താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, ഈ ഏരിയയിലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ഈ ഒരു സൈഡിലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. കാരണം എന്താണ് താഴേക്ക് മാർക്കറ്റിനെ പുഷ് ചെയ്യുന്ന സമയത്ത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇവിടെ ക്രിയേറ്റ് ആവുന്നു. അതുപോലെ ഇവിടെ നിന്ന് മുകളിലേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം എന്താണ് ഈ ലിക്വിഡിറ്റി എടുത്തിട്ടില്ല, മനസ്സിലാക്കുക, ഇത് എടുത്തിട്ടില്ല. അതിനുശേഷം താഴേക്ക് പുള്ള് വരുന്ന സമയത്ത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അതിനുശേഷം ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ഇവിടെ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെയും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അങ്ങനെ എന്താണ് മുകളിലും താഴെയും ഓട്ടോമാറ്റിക്കലി ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻറ്റൻറ്റ് ബുള്ളിഷ് ആണെങ്കിൽ എന്ത് ചെയ്യും, അവർ ആദ്യം പ്രൈസിനെ നേരെ താഴേക്ക് ഇറക്കിയിട്ട് ഈ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഏരിയ എന്ന് പറഞ്ഞല്ലോ, സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഏരിയയിലെ ലിക്വിഡിറ്റി എല്ലാം കളക്ട് ചെയ്യും. അതിനാദ്യം എന്ത് ചെയ്യും, പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നത് പോലെ കാണിക്കും. ബ്രേക്ക് ചെയ്യുന്നത് പോലെ കാണിക്കുമ്പോൾ മാത്രമാണ് അവർ ബുള്ളിഷ് പെനറ്റിൽ ബുള്ളിഷ് എൻട്രി എടുക്കുക. അപ്പോഴായിരിക്കും ഇതിൻ്റെ താഴെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ലിക്വിഡിറ്റി എടുത്തിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് ദർ ഈസ് എ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ബിലോ ഹിയർ ആൻഡ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റിംഗ് എബോവ് ഹിയർ.
ഓക്കെ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്ത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് പോകും. ഓക്കെ, വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്ത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്കും പോവാം. ഓക്കെ, മാർക്കറ്റിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് ബൈയിങ് ആണെങ്കിൽ സെൽ സ്റ്റോപ്പ് എടുത്ത് ബൈ സ്റ്റോപ്പിലേക്ക് പോകും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് സെല്ലിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യും, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്ത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി പോകും. ഓക്കെ, അപ്പോൾ എന്താണ് ബുള്ളിഷ് പെനറ്റ്, നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ടിൽ പോയിട്ട് എക്സാമ്പിൾസ് ആയതോ നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ ചാർട്ടിൽ കാണുന്നത് ഒരു ബുള്ളിഷ് പെനറ്റാണ് അല്ലേ. നമുക്ക് എന്താ ചെയ്യുക, പാത്ത് വെച്ചിട്ട് സ്ട്രക്ചർ വരച്ച് നോക്കാം. ഓക്കെ, സെല്ലേഴ്സ് പുഷ് ചെയ്തു, ബയേഴ്സ് പുഷ് ചെയ്തു, സെല്ലേഴ്സ് പുഷ് ചെയ്തു, ബയേഴ്സ് പുഷ് ചെയ്തു. പെനറ്റിൻ്റെ ആ ഒരു റൂൾ ഓഫ് തമ്പ് പ്രകാരം ബയേഴ്സ് ജയിച്ചു. ഓക്കെ, പ്രൈസ് മുകളിലേക്ക് പോകുന്നു, എന്താ കണ്ടിന്യൂഷൻ തന്നെയല്ലേ, പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ആ ഒരു സ്ട്രക്ചർ രീതിയിൽ തന്നെ നമ്മളുടെ എന്താണ് ഈ ഒരു റെസിസ്റ്റൻസ്, ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. നമ്മൾ എവിടെയാണ്, നമ്മൾ ഇവിടെ ഒരു ബൈ എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യുന്നു. റൂൾ ഓഫ് തമ്പ് പ്രകാരം നമ്മൾ വേറെ ഒരു കാര്യം ചെയ്യുന്നില്ല. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എവിടെയാണ്, ഇതിന് താഴെ, ഇതിന് താഴെ 17 പോയിന്റ് നമുക്ക് എന്താ വരുന്നത്, 17 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വന്നു. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്, റീറ്റെയിൽ ലോജിക്ക് പ്രകാരം എന്താണ്, നമുക്ക് ഇതൊരു ടാർഗറ്റ് കൊടുക്കാം. നെക്സ്റ്റ് എന്താണ്, ഇതൊരു ടാർഗറ്റ് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 1:2 മാച്ചിങ് അല്ല, എന്താ ചെയ്യുക, നമുക്കൊരു 1:2 എന്നുള്ള രീതിയിൽ ഓക്കെ ഇവിടെ വരെ കൊടുക്കാം. ഓക്കെ, നോക്കാം. പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ഹാപ്പി 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 അല്ല, കൊണ്ടുപോയി. ഓക്കെ, എസ് എൽ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എസ് എൽ കൊണ്ടുപോയിട്ടില്ല. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഓക്കെ, എസ് എൽ കൊണ്ടുപോയിട്ടില്ല, ഇപ്പോഴും എസ് എൽ കൊണ്ടുപോയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിഫ്റ്റി 50 ആണിത്. ഓക്കെ, എസ് എൽ സ്പോട്ടിൽ അടിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഓപ്ഷൻസ് ആ ചെയ്യുന്നെങ്കിൽ ഒബ്വിയസ്ലി മാർക്കറ്റ് താഴെ വീണിട്ടുണ്ടാവും. നിങ്ങളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത ആളാണെങ്കിൽ എന്തായാലും എസ് എൽ ഹിറ്റായിട്ടുണ്ടാവും. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് തീറ്റ ഡി കെ എഫക്റ്റും കാര്യങ്ങളെല്ലാം കാരണം ഹിറ്റായിട്ടുണ്ടാകും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഒരു ബുള്ളിഷ് പാനറ്റ് വന്നു, നമ്മളെന്താണ് അതിനുശേഷം കറക്റ്റായിട്ട് നമ്മളൊരു എൻട്രി എടുത്തു, പ്രൈസ് താഴേക്ക് പോയി. ഇവിടെ എന്താണ്, ഇവിടുത്തെ ചെറിയൊരു കൺസോൾട്ടേഷൻ മതി നമ്മളുടെ എസ് എൽ ഹിറ്റ് ചെയ്യാൻ. അതിനുശേഷം പ്രൈസ് എന്താണ്, പ്രൈസ് ഒബ്വിയസ്ലി ചിലപ്പോൾ ടാർഗറ്റിലേക്ക് പോവാം. കാരണം എന്താണ്, നമ്മളുടെ എസ് എൽ ഹണ്ട് ചെയ്യാനുള്ള എസ് എൽ ഹണ്ട് നടത്തി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ്, പിന്നെ നെക്സ്റ്റ് ലിക്വിഡിറ്റി എവിടെയാണ്, അവിടേക്കേ പ്രൈസ് പോകൂ. ഓക്കെ, മനസ്സിലാക്കുക. നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി ബുള്ളിഷ് പെനറ്റ് നോക്കാം. നമ്മളുടെ നെക്സ്റ്റ് ബുള്ളിഷ് പെനറ്റ് നിങ്ങൾ നോക്കാം. എന്താണ്, പ്രൈസ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നു, ബയേഴ്സിൻ്റെ പുഷ്, സെല്ലേഴ്സിൻ്റെ പുഷ്, ബയേഴ്സിൻ്റെ പുഷ്, സെല്ലേഴ്സിൻ്റെ പുഷ്, ബയേഴ്സിൻ്റെ പുഷ്. അതിനുശേഷം എന്താണ്, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ ക്ലോസ് വന്നിട്ടുണ്ട്. ബുള്ളിഷ് പെനറ്റ് റൂൾ ഓഫ് തമ്പ് പ്രകാരം ക്ലോസിൽ എൻട്രി, എക്സിറ്റ് എവിടെയാണ്, നമ്മളുടെ എസ് എൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ. ഓക്കെ, നമുക്ക് 22 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വരുന്നതുകൊണ്ട് തന്നെ 1:2 റിസ്ക് റിവാർഡ് വെക്കുന്നു. നമ്മളെന്താണ് ടാർഗറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, എസ് എൽ ഹാപ്പി. ബുള്ളിഷ് പെനറ്റ് പറഞ്ഞ സ്ഥിതിക്ക് നെക്സ്റ്റ് ബെയറിഷ് പെനറ്റ് നമ്മളൊരു റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ബെയറിഷ് പെനറ്റ് എന്ന് പറയുന്ന ഒരു ബെയറിഷ് കാൻഡൽസ്റ്റിക് പാറ്റേൺ ആണ്. എന്താണ്, ബെയറിഷ് കാൻഡൽസ്റ്റിക് പാറ്റേൺ ആണ്. അതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ബെയറിഷ് ആണ്. അതിനുശേഷം സെല്ലേഴ്സ് പുഷ് ചെയ്യുന്നു, ബയേഴ്സ് പുഷ് ചെയ്യുന്നു, സെല്ലേഴ്സ് പുഷ് ചെയ്യുന്നു, ബയേഴ്സ് പുഷ് ചെയ്യുന്നു, സെല്ലേഴ്സ് പുഷ് ചെയ്യുന്നു, ബയേഴ്സ് പുഷ്. അതിനുശേഷം എന്താണ്, സെല്ലേഴ്സ് വിജയിക്കുന്നു. ആ സെല്ലേഴ്സ് വിജയിക്കുന്നതിൻ്റെ കൂടെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി, എസ് എൽ ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഒരു ബെയറിഷ് പെനറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫോർമേഷനിലാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ആ ഒരു ഈ താഴെയുള്ള ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കുക എന്ന് പറഞ്ഞാൽ സെല്ല് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ബൈ ഓർഡേഴ്സ് ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കണം. ഈ ഓരോ ലെഗിൻ്റെ മുകളിലായിട്ട് വേണം നിങ്ങൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സെൽ ഓർഡർ കൊണ്ടുപോയി വെക്കാൻ. ഓക്കെ, അപ്പോൾ ഈ സെയിം കാര്യം തന്നെ നമ്മളെന്താണ് ഈ സെയിം കാര്യം തന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു,
ഒരു ബെയറിഷ് ഇമ്പൾസൺ, അതിനുശേഷം ബയേഴ്സിന്റെ തഗ് ഓഫ് വാർ, സെല്ലേഴ്സിന്റെ തഗ് ഓഫ് വാറിന് ശേഷം സെല്ലേഴ്സ് വിജയിക്കുന്നതായിട്ടാണ് നമുക്ക് പഠിപ്പിച്ച് തരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മെയിൻലി നോക്കുകയാണെങ്കിൽ എന്താണ് രണ്ട് സ്ഥലത്തും ലിക്വിഡിറ്റി ഫോർമേറ്റ് ആവുകയാണ്. പ്രൈസ് താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള സെൽ ഓർഡർ ആയിട്ടുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മുകളിൽ നിന്ന് സെല്ലേഴ്സ് പുഷ് ചെയ്ത് താഴേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡേഴ്സ് പുഷ് ചെയ്യുന്നു. ബൈ ഓർഡേഴ്സ് മുകളിലേക്ക് പുഷ് ചെയ്യുന്നു, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി താഴേക്ക് പുഷ് ചെയ്യുന്നു, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മുകളിലേക്ക് പുഷ് ചെയ്യുന്നു, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി താഴേക്ക് പുഷ് ചെയ്യുന്നു, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, അങ്ങനെ ഓവറോൾ നോക്കുന്ന സമയത്ത് ഈ ഏരിയയിൽ മാർക്കറ്റിൽ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിൽ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ക്രിയേറ്റ് ആവുന്നു. നിങ്ങൾ നോക്കുക, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് സെല്ലിംഗ് ആണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കളക്ട് ചെയ്യും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് സെല്ലിംഗ് ആണെങ്കിലോ ബൈയിങ് ആണെങ്കിൽ എന്ത് ചെയ്യും? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കളക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ബുള്ളിഷ് പാനറ്റ് പറഞ്ഞ പോലെ തന്നെ ബെയറിഷ് പാനറ്റ് എന്ന് പറയുന്നത് ഒരു ബെയറിഷ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുക, സ്റ്റോപ്പ് ലോസ് മുകളിൽ കഴിയുന്ന രീതിയിൽ എന്താണ് അടിക്കാത്ത രീതിയിൽ ഓരോ ലെഗിൻ്റെ മുകളിലായിട്ട് വെക്കണമെന്നാണ് പഠിപ്പിച്ചത്. നമുക്ക് എന്താണ് ചാർട്ട് എക്സാമ്പിൾസ് കൂടി നോക്കാം. ചാർട്ടിൽ നിങ്ങൾ ഒരു ബെയറിഷ് പെനറ്റ് കാണുന്നു. ഓക്കെ, ബെയറിഷ് പെനറ്റ് നോക്കുന്ന സമയത്ത് പ്രൈസ് എന്ത് ചെയ്യുന്നു? താഴേക്ക് വരുന്നു. അതിനുശേഷം ആ ഒരു ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ആ ഒരു തഗ് ഓഫ് വാറിന് ശേഷം ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് എന്താണ് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നിന്നിട്ട് ഞാനൊരു എൻട്രി ഇവിടെ എടുക്കുകയാണെങ്കിൽ അത് ലോജിക്കലി ആണോ? കാരണം പ്രൈസ് ഒരു ഇമ്പൾസീവ് ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്താണ് ഇവിടെ എസ് എൽ വെച്ചാലും ഇവിടെ എസ് എൽ വെക്കുന്നതും വളരെയധികം ലെങ്തി ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ഇല്ലോജിക്കലായിട്ടുള്ള ഒരു എസ് എൽ ആയിട്ട് മാറും. അപ്പോൾ എന്താണ് ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ അഗ്രസീവായിട്ട് എടുക്കുന്നതിന് പകരം ഒരു റീടെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പ്രൈസ് എന്താണ് തിരിച്ച ഏരിയയിലേക്ക് റീടെസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് റീടെസ്റ്റ് ചെയ്തു. ക്യാൻഡിൽ ക്ലോസ് വന്ന സമയത്ത് എവിടെയാണ് ഇവിടെ സെല്ല് വെക്കാം. ഞാൻ എന്താണ് ഈ ഒരു ഏരിയയിലായിട്ട് സെല്ല് വെച്ചു. ഓക്കെ, ഈ ഒരു ഏരിയയിലായിട്ട് എസ് എൽ വെച്ചു. വേണമെങ്കിൽ എന്നാൽ നമുക്ക് ഈ ഒരു ഹൈൻ്റെ മുകളിലേക്ക് വെക്കുകയാണെങ്കിൽ അടിക്കില്ല എന്നാണല്ലോ, പക്ഷേ 50 പോയിന്റ് ഉണ്ട്. ഓക്കെ, ഞാൻ എന്താണ് ഇതിൻ്റെ മുകളിൽ എസ് എൽ വെച്ചിട്ടു. ഓക്കെ, എസ് എൽ വെക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ. ഓക്കെ, പ്രൊട്ടക്ട് ആയിരിക്കുമല്ലോ. അതിനുശേഷം ടാർഗറ്റ് വെക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ലോ. ഓക്കെ, ഈ ഒരു ലോയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് അറൗണ്ട് കറക്റ്റായിട്ട് 1:2 വരുന്നുണ്ട്. ഓക്കെ, ബെയറിഷ് പാനറ്റ് വന്നു, പ്രൈസ് താഴേക്ക് വന്നു. ബെയറിഷ് പാനറ്റ് ക്യാൻഡിൽ ക്ലോസോട് കൂടിയിട്ട് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷൻ എടുത്തു. അതിനുശേഷം എന്താണ് റീടെസ്റ്റിന് വെയിറ്റ് ചെയ്തു. റീടെസ്റ്റിലേക്ക് വെയിറ്റ് ചെയ്തു. റീടെസ്റ്റിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് സ്റ്റോപ്പ് ലോസിനോ ടാർഗറ്റിനോ. ഓക്കെ, എസ് എല്ലും കൊണ്ടുപോയിട്ട് മാർക്കറ്റ് പോയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? നിയർലി ഒരു ബുള്ളിഷ്, നിങ്ങൾ നോക്കുക, ഒരു ബുള്ളിഷ് മൊമെൻറ്റം വന്നിട്ടുള്ള ഒരു ഏരിയ. ഓക്കെ, ഒരു ബുള്ളിഷ് മൊമെൻറ്റം വന്നിട്ടുള്ള ഒരു ഏരിയയിൽ എന്താണ് ഒരു ഡിസ്കൗണ്ട് ഏരിയയിലാണ് ഇതുപോലത്തെ ഒരു ബുള്ളിഷ് പാനറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. നമ്മൾ എൻട്രി എടുത്തു. എവിടെയായിരിക്കും എസ് എൽ ഉണ്ടാവുക? എസ് എൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് ഇതാണ് എസ് എൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയ. അതുപോലെ തന്നെ മേജർ എസ് എൽ ഉണ്ടാവാനുള്ള ഏരിയ ഇതാണ്. ഓക്കെ, അവിടേക്കാണ് ടാർഗറ്റ് ചെയ്യിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, അവിടേക്കാണ് ടാർഗറ്റ് ചെയ്യിക്കുന്നത്. നമ്മൾ റീറ്റെയിൽ ലോജിക്ക് വഴി പാറ്റേൺസിൽ ട്രേഡ് ചെയ്താൽ നമ്മൾ എസ് എൽ വെക്കുന്ന സ്ഥലം കറക്റ്റായിട്ട് എന്തായിരിക്കും? ഒരു സ്വിങ് ഹൈയുടെ മുകളിലോ സ്വിങ് ലോൻ്റെ മുകളിലോ അങ്ങനെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പുൾ ബാക്കിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ അവിടെ ആയിരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ടാർഗറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബെയറിഷ് പാനറ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ, 2 എക്സാമ്പിളാണല്ലോ നമ്മൾ പറയാമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബെയറിഷ് പാനറ്റിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് താഴേക്ക് വന്നു,
ബയേഴ്സ് പുഷ് ചെയ്തു, സെല്ലേഴ്സ് പുഷ് ചെയ്തു, ബയേഴ്സ് പുഷ് ചെയ്തു, സെല്ലേഴ്സ് പുഷ് ചെയ്തു, ബയേഴ്സ് പുഷ് ചെയ്തു. ആ ഒരു ട്രെൻഡ് ലൈൻ, സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത സമയത്ത് എന്താണ്, സെല്ലേഴ്സ് വിജയിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഓക്കെ, എവിടെയാണ് ഇവിടെ നമ്മൾ എൻട്രി എടുക്കുന്നു. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് ഇവിടെ വെക്കാം, അതുപോലെ തന്നെ ഇവിടെ വെക്കാം. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ ദർ ഈസ് എ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂൾഡ് ഏരിയ. ഓക്കെ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂൾഡ് ഏരിയ നമ്മളെന്താണ്, നമ്മൾ ബെയറിഷ് പെനറ്റിൻ്റെ റൂൾ ഓഫ് തമ്പ് പ്രകാരം നമുക്ക് വെക്കാൻ പറ്റിയ ഒരു ഏരിയയിൽ എസ് എൽ വെച്ചു. എത്രയാണ്? 31 പോയിന്റ്. അപ്പോൾ നമുക്ക് 1:2 നോക്കുന്ന സമയത്ത് അറൗണ്ട് ഈ ഒരു ഏരിയ നമുക്ക് എന്താണ് മാക്സിമം ഒരു ടാർഗറ്റായിട്ട് വെക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, 1:2. ഓക്കെ, 1:2. അപ്പോൾ എന്താണ്, നമ്മൾ കറക്റ്റായിട്ട് വന്നു, ക്യാൻഡിൽ ക്ലോസ് വന്നു, അതിനുശേഷം നമ്മൾ എൻട്രി എടുത്തു, അതിനുശേഷം നമ്മൾ ടാർഗറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, പ്രൈസ് എസ് എൽ ഏരിയയിലാണുള്ളത്. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, നമ്മളുടെ എസ് എൽ ടോട്ടൽ ഹിറ്റ് ചെയ്തു. എസ് എൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും, നമ്മൾ ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു. ഫസ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ പറഞ്ഞ ഫസ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് എടുത്തു. നെക്സ്റ്റ് എടുക്കാനുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. ഓക്കെ, എന്താണ്, മേജർ ലിക്വിഡിറ്റി പോയിന്റ്. മേജർ ലിക്വിഡിറ്റി പോയിന്റ് എടുത്തു. അതിനുശേഷം പ്രൈസ് താഴേക്ക്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നമ്മൾ ഒരു ബെയറിഷ് പെനറ്റ് വരുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ആ ബൈ സ്റ്റോപ്പ് രണ്ട് ലിക്വിഡിറ്റി പൂളും എടുക്കുക അല്ലെങ്കിൽ എന്താണ് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ലോട്ട് ഓഫ് ലിക്വിഡിറ്റി പൂൾ വന്നിട്ടുണ്ട്. കണ്ടില്ല നിങ്ങൾ? പ്രൈസ് താഴേക്ക്, പ്രൈസ് താഴേക്ക്, പ്രൈസ് താഴേക്ക്. ഓക്കെ, അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഡബിൾ ടോപ്പ് ആൻഡ് ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺസ്. ഓക്കെ, ഡബിൾ ടോപ്പ് ആൻഡ് ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺസ്. ഇതെന്ന് പറയുന്നത് ഒരു ബെയറിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു ഡബിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, സെക്കൻഡ് ടോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ട്രിപ്പിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, സെക്കൻഡ് ടോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, തേർഡ് ടോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഫസ്റ്റ് ടോപ്പ്, സെക്കൻഡ് ടോപ്പ്, അതിനുശേഷം ഇവിടെ വരുന്ന ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കുക. ഇൻ കേസ് എന്താണ് അഗ്രസീവ് അല്ലാതെ കുറച്ച് കൺഫോർമേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇവിടെ എൻട്രി വരും. അവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെല്ല് ചെയ്യുന്ന ആളുടെ സ്റ്റോപ്പ് ലോസ് പറഞ്ഞാൽ ബൈ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിൻ്റെ മുകളിലായിരിക്കണം നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ ഡബിൾ ടോപ്പിനേക്കാൾ കുറച്ചും കൂടി വീര്യം കൂടിയ സാധനമാണ് ട്രിപ്പിൾ ടോപ്പ്, അല്ലെങ്കിൽ ഡബിൾ ടോപ്പിനേക്കാൾ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു എന്താണ് ചാറ്റ് പാറ്റേൺ ആണ് ട്രിപ്പിൾ ടോപ്പ്. ഓക്കെ, ട്രിപ്പിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടോപ്പ്, സെക്കൻഡ് ടോപ്പ്, തേർഡ് ടോപ്പ്. അതിൻ്റെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, എൻട്രി എടുക്കുക. എസ് എൽ ഇവിടെ വെക്കണം. എസ് എൽ ഇവിടെ ഈ ട്രിപ്പിൾ ടോപ്പിൻ്റെ മുകളിലായിട്ടായിരിക്കണം നമ്മൾ എസ് എൽ വെക്കേണ്ടത്. ഓക്കെ, വണ്ടർഫുൾ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് എന്താണ്, ഡബിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടോപ്പ്, സെക്കൻഡ് ടോപ്പ്. ട്രിപ്പിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടോപ്പ്, സെക്കൻഡ് ടോപ്പ്, തേർഡ് ടോപ്പ്. ഓക്കെ, ഡബിൾ ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസിനേക്കാൾ വെരി 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 സ്ട്രോങ് ആയിരിക്കും ട്രിപ്പിൾ ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസ്. ഓക്കെ, ബുൾഷിറ്റ് റീറ്റെയിൽ മെൻറ്റാലിറ്റി. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡബിൾ ടോപ്പിൽ മുകളിൽ രണ്ട് ടോപ്പ് വരുന്ന സമയത്ത് എന്താണ്, സെല്ലിങ്, ഇവിടെയും സെല്ലിംഗ് ഉണ്ട്, ഇവിടെയും സെല്ലിംഗ്, 2 ലെഗ് ഓഫ് സെല്ലിംഗ്. അതിൻ്റെ രണ്ടിൻ്റെയും സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റിംഗ് എബോവ് ഹിയർ. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും, പ്രൈസിൽ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസിനെ തിരിച്ച് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കളക്ട് ചെയ്യിച്ചിട്ടായിരിക്കും താഴേക്ക് പോവുക. ഒബ്വിയസ്ലി നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കുക, ഡബിൾ ടോപ്പ് ഇങ്ങനെയേ സംഭവിക്കൂ. ഇങ്ങനെയായിരിക്കും സംഭവിക്കാൻ മെജോറിറ്റി ചാൻസ് ഉള്ളത്. ട്രിപ്പിൾ ടോപ്പിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്, ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂളായിരിക്കും. 1 ലെഗ് ഓഫ് സെല്ലിംഗ്, 2 ലെഗ് ഓഫ് സെല്ലിംഗ്, 3 ലെഗ് ഓഫ് സെല്ലിംഗ്. നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ് ടു സെൽ, എല്ലാവരെയും കൊണ്ട് സെല്ല് ചെയ്യിക്കും. അവരെന്താണ്, ഒബ്വിയസ്ലി അവർ ഇതിൻ്റെ മുകളിലായിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കുക. സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂൾ. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി തികർ ചെയ്യിച്ചതിന് ശേഷമായിരിക്കും പ്രൈസ് താഴേക്ക് വരുന്നത്. ഡബിൾ ടോപ്പും ട്രിപ്പിൾ ടോപ്പും പവർഫുൾ ആയിട്ടുള്ള ഒരു ചാറ്റ് പാറ്റേൺ ആണ്. ഡബിൾ ടോപ്പും ട്രിപ്പിൾ ടോപ്പും പവർഫുൾ ആയിട്ടുള്ള ഒരു ചാറ്റ് പാറ്റേൺ ആണ്. റീറ്റെയിൽ ലോജിക്ക് വെച്ച് ചെയ്യരുത്. വെയിറ്റ് ഫോർ ദ മാനിപ്പുലേഷൻ. ഓക്കെ, എസ് എൽ വെച്ച സ്ഥലം
ഹണ്ട് ചെയ്യുന്നത് വരെ കാത്തു നിൽക്കുക. അതിനുശേഷം എൻട്രി എടുത്ത് നോക്കൂ, പവർഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം എന്താണ് ഡബിൾ ടോപ്പും ട്രിപ്പിൾ ടോപ്പും ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂയും റീറ്റെയിൽ വ്യൂയും പറഞ്ഞ സ്ഥിതിക്ക് ചാർട്ടിൽ പോയിട്ട് എക്സാമ്പിൾ വഴി നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ഡബിൾ ടോപ്പ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. എന്താണ് ഡബിൾ ടോപ്പ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. എങ്ങനെയാണ്? പ്രൈസ് താഴേക്ക് വന്ന് അവിടുന്ന് മുകളിലേക്ക് ഫസ്റ്റ് ടോപ്പ് ക്രിയേറ്റ് ചെയ്തു, സെക്കൻഡ് ടോപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സെക്കൻഡ് ടോപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റ് വന്നതിന് ശേഷം താഴേക്കുള്ള ഒരു എൻട്രി ഡബിൾ ടോപ്പ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്? ഒരു ഹൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ എന്താണ്? അതിന് മുകളിൽ എസ് എൽ വെക്കുകയാണെങ്കിൽ പ്രൊട്ടക്റ്റ് ആവുമായിരിക്കാം. ഓക്കെ, നമുക്ക് എന്താണ് 1:2 എസ് എൽ വെക്കുന്നു. കാരണം ഈ ഒരു ലോ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1:1.4 കിട്ടൂ. നമുക്കൊരു 1:2 റിസ്ക് റിവാർഡ് 1:2 ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടാർഗറ്റ് പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നിങ്ങൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കറക്റ്റായിട്ട് ഒരു ഫസ്റ്റ് ടോപ്പ് സെക്കൻഡ് ടോപ്പ് വന്നിട്ടുണ്ട്, അതിൻ്റെ ബ്രേക്ക് ഔട്ടിൽ എൻട്രി. ഓക്കെ, അതിനുശേഷം എന്താണ് നമ്മൾ ആ ബ്രേക്ക് ഔട്ടിൽ എൻട്രി. നമ്മളുടെ എസ് എൽ വരുന്ന ഏരിയ എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മളുടെ എസ് എൽ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ടോപ്പിൻ്റെ മുകളിൽ, ഡബിൾ ടോപ്പിൻ്റെ മുകളിൽ. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ലിക്വിഡിറ്റി ഇവിടെ ഇപ്പോൾ സെല്ല് ചെയ്ത ആളുകളുടെ ലിക്വിഡിറ്റി ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ആ ടോപ്പിൻ്റെ മുകളിലാണ്. സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ബൈ ഓർഡർ ആയിരിക്കും. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റിംഗ് എബോവ് ഹിയർ. ഓക്കെ, നോക്കുകയാണെങ്കിൽ ഓർഡർ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെയാണ് മൊത്തം ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടാവുക. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ബൈ സെല്ലിങ് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ഷോർട്ട് ടേം സെല്ലിങ് വന്നിട്ടുണ്ട്, ദെൻ ഇവിടെ നിന്ന് സെല്ലിങ് വന്നിട്ടുണ്ട്. ഈ സെല്ല് ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റിംഗ് എബോവ് ഹിയർ, ഇതിന് മുകളിൽ. അതുപോലെ തന്നെ എന്താണ്? ദർ ഈസ് എ ഫെയർ വാല്യൂ ഗ്യാപ്പ് റൈറ്റ് ഹിയർ. ഓക്കെ, ആ കാര്യത്തിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. അതിനുശേഷം എന്താവാം? ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തതിന് ശേഷം പ്രൈസിന് താഴേക്ക് പോകാം. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കുക. ലിക്വിഡിറ്റി ഹണ്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും റിയൽ മൂവ് നടക്കുന്നത്. ഡബിൾ ടോപ്പിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ട്രിപ്പിൾ ടോപ്പ് നോക്കാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടോപ്പ് ക്രിയേറ്റ് ചെയ്തു, സെക്കൻഡ് ടോപ്പ് ക്രിയേറ്റ് ചെയ്തു, തേർഡ് ടോപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, തേർഡ് ടോപ്പ് ക്രിയേറ്റ് ചെയ്തു. താഴത്തെ നെക്ക് ലൈൻ അഥവാ ആ ഒരു സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ടോപ്പ്, സെക്കൻഡ് ടോപ്പ്, തേർഡ് ടോപ്പ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് എൽ എന്ന് പറയുന്നത് എത്രയാണ്? എസ് എൽ എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ്. 66 പോയിൻ്റൊക്കെ നമ്മൾ നിഫ്റ്റിയിൽ സ്റ്റോപ്പ് ലോസ് ഇടുക എന്ന് പറയുന്നത് ഇല്ലോജിക്കലാണ്. കാരണം ഒരു സ്കാൽപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഡേ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 66 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇടുകയാണെങ്കിൽ ഒരു 1:2 അത്യാവശ്യം ഈ ഒരു ലോ വരെ ടാർഗറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഒരു ഇല്ലോജിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളെന്താണ് ഒരു റീടെസ്റ്റിന് ശേഷമുള്ള ഒരു എൻട്രി കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. റീടെസ്റ്റിന് ശേഷമുള്ള ഒരു എൻട്രി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വന്നതിന് ശേഷം ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു റീടെസ്റ്റ് എൻട്രി എടുക്കുന്ന ഒരു റീറ്റെയിലറെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ ഒരു ഏരിയയിൽ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫസ്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് അറൗണ്ട് ഇവിടെ വെക്കാം. ഓക്കെ, ഈ ഒരു ഏരിയയിലായിട്ട് വെക്കാം. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് മാർക്കറ്റ് വന്ന് ഫസ്റ്റ് ടോപ്പ് ക്രിയേറ്റ് ചെയ്തു, സെക്കൻഡ് ടോപ്പ് ക്രിയേറ്റ് ചെയ്തു, തേർഡ് ടോപ്പ് ക്രിയേറ്റ് ചെയ്തു, ആ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തു. പക്ഷെ നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് എന്താണ് നമ്മളുടെ റിസ്ക് അപ്പറ്റൈറ്റ് വെച്ചിട്ട് ശരിയാവില്ല. നമ്മളെന്താണ് റീടെസ്റ്റിലേക്ക് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റീടെസ്റ്റ് എൻട്രിക്ക് ഒരു ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ആ ഒരു സപ്പോർട്ട് ലൈനിലേക്ക് വീണ്ടും പ്രൈസ് എത്തുമ്പോൾ, ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ, ഓക്കെ, നിങ്ങൾ നോക്കുക പ്രൈസ് വീണ്ടും ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് എൻട്രി ഇനീഷ്യേറ്റ് ആവുന്നു. നമ്മളുടെ ട്രിപ്പിൾ ടോപ്പ് നോക്കാം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കിടക്കുന്നത് ഇതിൻ്റെ മുകളിലാണ് അല്ലേ? പ്രൈസ് പോകുന്നതും ആ ഒരു ഏരിയയിലേക്ക് തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ ടോപ്പ് ഏരിയ എന്ന് പറയുന്നത് ഫുള്ളി ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ നോക്കുക ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക, ഇതിന് മുകളിലെ
ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒബ്വിയസ്ലി പ്രൈസിന് താഴേക്ക് പോകാനായിരിക്കും ചാൻസ്. കാരണം എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് ആയിരിക്കും പ്രൈസ് മെജോറിറ്റി പോകാൻ ചാൻസ് ഉള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ആണ് പ്രൈസ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് പ്രൈസ് ഞാൻ എൻ്റെ ടാർഗറ്റിലേക്ക് പോകുന്നുവെന്ന് പല റീറ്റെയിലേഴ്സും കരഞ്ഞു പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ ഡബിൾ ടോപ്പും ട്രിപ്പിൾ ടോപ്പും പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ്, ഡബിൾ ആൻഡ് ട്രിപ്പിൾ ബോട്ടത്തിനെ കുറിച്ച് നമ്മൾ പറയണം. ഓക്കെ, ഒരു റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബോട്ടം, സെക്കൻഡ് ബോട്ടം, അതിനുശേഷം ആ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബൈ ചെയ്യുക, ഇതിൻ്റെ താഴെ SL. ഓക്കെ, ട്രിപ്പിൾ ബോട്ടവും സിമിലർലി ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ബോട്ടത്തിനേക്കാൾ കുറച്ചുകൂടി എന്താണ് പവർഫുൾ ആയിട്ടുള്ളതാണ് ട്രിപ്പിൾ ബോട്ടം. ഞാൻ പറയുന്നതല്ല, എന്താണ് മറ്റുള്ള ആളുകൾ പറയുന്നതും പറഞ്ഞു പരത്തുന്നതും ആ പറഞ്ഞ് പരത്തിയത് നമ്മൾ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഡബിൾ ബോട്ടത്തിന് ശേഷം ട്രിപ്പിൾ ബോട്ടം, ഫസ്റ്റ് ബോട്ടം, സെക്കൻഡ് ബോട്ടം, തേർഡ് ബോട്ടം. തേർഡ് ബോട്ടം വരുന്ന സമയത്ത് ഇവിടെയുള്ള സപ്പോർട്ടിനേക്കാൾ വെരി പവർഫുൾ ആയിട്ടുള്ള സപ്പോർട്ടായിരിക്കും താഴെ. അതിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ അടിക്കില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, ഡബിൾ ബോട്ടത്തിൽ ആ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കുക, വേണമെങ്കിൽ കൺഫോർമേറ്റീവായിട്ട് റീടെസ്റ്റ് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ. ഓക്കെ, ഇതിൻ്റെ താഴെ. ട്രിപ്പിൾ ബോട്ടം വരുന്ന സമയത്ത് എന്താണ്, ഫസ്റ്റ് ബോട്ടം, സെക്കൻഡ് ബോട്ടം, തേർഡ് ബോട്ടം. തേർഡ് ബോട്ടം ക്രിയേറ്റ് ചെയ്ത ആ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി, കൺഫോർമേഷനുമായിട്ട് കറക്ഷൻ എൻട്രി എടുക്കാം. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ. ഓക്കെ, ഇതാണ് റീറ്റെയിൽ ലോജിക്ക്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലോജിക്ക് നോക്കുന്ന സമയത്ത് എന്താണ്, ഡബിൾ ബോട്ടത്തിൽ ഫസ്റ്റ് ബോട്ടം, സെക്കൻഡ് ബോട്ടം ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കുക. ദർ ഈസ് എ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ബിലോ ഹിയർ. കാരണം എന്താണ്, ഇതിൻ്റെ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെയാണ് ലിക്വിഡിറ്റി. പ്രൈസ് എന്ത് ചെയ്യും, പ്രൈസ് താഴെ വന്നിട്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് മാർക്കറ്റ് മുകളിൽ. എന്തുകൊണ്ടാണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, ഡബിൾ ബോട്ടം അല്ലെങ്കിൽ ട്രിപ്പിൾ ബോട്ടം എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ്. അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ, പ്രൈസ് താഴേക്ക് വന്നിട്ട് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതാണ് നമ്മളുടെ വിശ്വാസം. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, പ്രൈസ് താഴേക്ക് വന്നിട്ട് ആ ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. ഇത് തന്നെയാണ്, സെയിം കേസ് തന്നെയാണ് ട്രിപ്പിൾ ബോട്ടം. ട്രിപ്പിൾ ബോട്ടമിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഇവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണെങ്കിൽ ഇവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂളായിരിക്കും. കാരണം ഫസ്റ്റ് ലെഗ് ഓഫ് ബൈയിങ്, സെക്കൻഡ് ലെഗ് ഓഫ് ബൈയിങ്, തേർഡ് ലെഗ് ഓഫ് ബൈയിങ്, അതിൻ്റെ ഒക്കെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരൊക്കെ പെൻഡിങ് സെൽ ഓർഡേഴ്സ് ഇതിന് താഴെ ഉണ്ടാവും. ആ സ്റ്റെപ്സ് സെൽ ഓർഡേഴ്സ് ടാപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഹണ്ട് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക്. ഓക്കെ, ഡബിൾ ബോട്ടം ട്രിപ്പിൾ ബോട്ടത്തിനെ കുറിച്ച് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റും പറഞ്ഞു, റീറ്റെയിൽ വ്യൂ പോയിന്റും പറഞ്ഞു. ഇനി എന്താണ്, പതിവ് പോലെ ചാർട്ടിൽ പോയിട്ട് എക്സാമ്പിൾ നോക്കാം. ചാർട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഡബിൾ ബോട്ടം നമുക്ക് കാണാം. ഓക്കെ, അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിയും. ഡബിൾ ബോട്ടം എങ്ങനെയാണ്, പ്രൈസ് താഴേക്ക് വന്നിട്ട് ഫസ്റ്റ് ബോട്ടം ക്രിയേറ്റ് ചെയ്തു, സെക്കൻഡ് ബോട്ടം ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഇവിടെ നെക്ക് ലൈൻ, മാർക്കറ്റിൽ ഒരു നെക്ക് ലൈൻ ക്രിയേറ്റ് ആയി, നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റില്ല, ഒരു റീടെസ്റ്റ് ആയിട്ട് എൻട്രി എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന രീതിയിൽ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഈ ഒരു ഏരിയയിലായിട്ട് നമ്മളൊരു എൻട്രി. SL എവിടെയാണ്, SL എന്ന് പറയുന്നത് ഒരു 18 പോയിന്റ്, 19 പോയിന്റ്, ഒരു 20 പോയിന്റ് SL. അതിനുശേഷം എന്താണ്, 1:2, 1:2 നമ്മളുടെ ടാർഗറ്റ്. ഓക്കെ, 1:2 നമ്മളുടെ ടാർഗറ്റ്. നിങ്ങൾ നോക്കുക, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, പ്രൈസ് താഴേക്ക് വന്നു, ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തു. ഇത് മാർക്കറ്റിൽ എവിടെ സംഭവിക്കുന്നു എന്നല്ല നമ്മൾ പറയുന്നത്. ഡബിൾ ബോട്ടം ക്രിയേറ്റ് ആയാലും ട്രിപ്പിൾ ബോട്ടം ക്രിയേറ്റ് ആയാലും പാറ്റേൺ എന്ത് പറയുന്നു, അല്ലെങ്കിൽ പാറ്റേൺ പ്രകാരം നമുക്ക് എന്ത് പറയുന്നു, അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ എടുക്കുന്ന എല്ലാ എൻട്രീസും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എൻട്രി എടുത്തു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എവിടെയാണ്, ഇതിൻ്റെ താഴെ. കാരണം എന്താ, നമ്മളെ പഠിപ്പിച്ച് വെച്ചാൽ ഇതിൻ്റെ താഴെ വെക്കാനാണ് അല്ലേ. ഓക്കെ, നോക്കാം. പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ഒബ്വിയസ്ലി നമ്മളുടെ ഇപ്പോൾ നമ്മൾ റീടെസ്റ്റ് എൻട്രി, ലിമിറ്റ് ഓർഡർ ഒരു റീടെസ്റ്റ് എൻട്രി എടുക്കുന്നവരാണെങ്കിൽ റീടെസ്റ്റ് ട്രേഡേഴ്സ് ഇതിലേക്ക് എൻട്രി ആയിട്ടുണ്ടാവാം. അവരും ഇതുപോലെ ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവാം. അങ്ങനെ താഴെ SL വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, താഴത്തെ SLനെ നമ്മൾ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അറിയും. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. പ്രൈസ് എന്ത് ചെയ്യും, പ്രൈസ് ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തത് ഇവിടെയാണ്. ഓക്കെ, ഡബിൾ ബോട്ടം ക്രിയേറ്റ് ആയപ്പോൾ, ബോട്ടം ക്രിയേറ്റ് ചെയ്ത സമയത്ത് രണ്ട് തരം ആളുകൾ എൻട്രി ചെയ്തിട്ടുണ്ടാവും.
ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ എൻട്രി ചെയ്തിട്ടുണ്ടാകും, അതുപോലെ ഇത് റീടെസ്റ്റ് ചെയ്തവരും. അപ്പം ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സും റീടെസ്റ്റ് ട്രേഡേഴ്സും എന്ന് വെച്ചാൽ അഗ്രസീവ് ട്രേഡേഴ്സും കൺഫോർമേറ്റീവ് ട്രേഡേഴ്സും എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എടുത്തത് ബൈ ആണ്. ബൈ ചെയ്ത ആളുടെ SL എന്ന് പറയുന്നത് സെല്ലാണ്. സെൽ ഓർഡേഴ്സ് റെസ്റ്റിംഗ് ബിലോ, സെൽ ഓർഡേഴ്സ് ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ സെൽ ഓർഡേഴ്സ് ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം മുകളിലാണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളിവിടെ ട്രിപ്പിൾ ബോട്ടം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഓക്കെ, ഒബ്വിയസ്ലി നോക്കുകയാണെങ്കിൽ എന്താണ്, ഓക്കെ ഫസ്റ്റ് ബോട്ടം ഏതാണ്? ഫസ്റ്റ് ബോട്ടം, സെക്കൻഡ് ബോട്ടം, തേർഡ് ബോട്ടം. നമ്മളെന്താണ് ഈ ബോട്ടത്തിൻ്റെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിലേക്കുള്ള ഒരു എൻട്രിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ SL വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? SL വരുന്ന ഏരിയ ട്രിപ്പിൾ ബോട്ടത്തിൻ്റെ താഴെ. ഓക്കെ, പ്രൈസ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ, ഇപ്പോൾ നിങ്ങൾ നോക്കണേ പ്രൈസ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല, പ്രൈസ് എന്താണ് താഴേക്ക് തന്നെയാണ് വരുന്നത്. ഓക്കെ, പ്രൈസ് താഴേക്ക് വന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ടൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ബ്രേക്ക് ചെയ്ത് ക്ലോസ് വെച്ചിട്ട് ഒരു റീടെസ്റ്റ് വന്നാലാണ് എൻട്രി എടുക്കാമെന്നാണ്. ഓക്കെ, ഇതാണല്ലോ പ്ലാൻ. പക്ഷേ ആ പ്ലാൻ വന്നില്ല, അതിന് മുന്നേ തന്നെ പ്രൈസ് താഴേക്ക് വന്നു. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിന് തൊട്ട് താഴെ എന്താണ് ഫുള്ളി സെൽ ഓർഡേഴ്സ് ആണ്. ഇവിടെ ആക്ച്വലി മുഴുവനായിട്ട് സെൽ ഓർഡേഴ്സ് ഉള്ള ഏരിയ ഏതായിരിക്കും? നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബോട്ടം, സെക്കൻഡ് ബോട്ടം, തേർഡ് ബോട്ടം. ഇതിൻ്റെ ഈ ബോട്ടത്തിൻ്റെ താഴെയുള്ള എല്ലാ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടാവുമല്ലോ പ്രൈസ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കുക, ഇവിടെ ആക്ച്വലി സെൽ ഓർഡേഴ്സ് ഉണ്ടാകുന്ന ഏരിയ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതല്ലേ ആക്ച്വലി ലിക്വിഡിറ്റി പൂൾ. സെൽ ബൈ ലെഗ്, 2 ലെഗ്, 3 ബൈയിങ് ലെഗ്, 4 ബൈയിങ് ലെഗ്, 5 ബൈയിങ് ലെഗ്. ഇതിൻ്റെ താഴെ മുഴുവനായിട്ട് ലിക്വിഡിറ്റി. അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഒരു ചാനൽ ക്രിയേറ്റ് ആയി ഒരു ട്രിപ്പിൾ ബോട്ടത്തിന്. കാരണം എന്താണ്, നമുക്ക് എത്രത്തോളം ബോട്ടം വന്ന് ഇവിടെയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു ട്രിപ്പിൾ ടോപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ബോട്ടവും വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ട്രിപ്പിൾ ടോപ്പ് വരികയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ എന്തായിരിക്കും ഉണ്ടാവുക? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. താഴെ എന്തായിരിക്കും? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും ഉണ്ടാവുക. പ്രൈസ് എന്ത് ചെയ്യും? പ്രൈസ് താഴെ വന്നിട്ട് ഇവിടെ നിങ്ങൾ നോക്കൂ, ഫുള്ളി ലിക്വിഡിറ്റിയാണ്. ഫുള്ളി ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഫുള്ളി ലിക്വിഡിറ്റി ഒരു സ്പൈക്ക് പോലെ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് ലിക്വിഡിറ്റി പറഞ്ഞാൽ എന്താണ്? ആ ട്രെൻഡ് ലൈൻ ഇത് നോക്കൂ നിങ്ങൾ. ഇവിടെ ടോപ്പ് 1, ടോപ്പ് 2, ടോപ്പ് 3, ട്രിപ്പിൾ ടോപ്പിൻ്റെ മുകളിൽ എന്തുണ്ടാവും? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക ബൈ. അപ്പോൾ പലർക്കും തോന്നുന്നത് എന്താണ്, ഇവിടുന്ന് ചെയ്ത ആൾ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് എന്താണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യില്ലേ? ബുക്ക് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഒരു ഹോൾഡിംഗ് പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചറിൽ ലോങ് പോകുന്ന ആളുകൾ, നിഫ്റ്റി ഫ്യൂച്ചറിൽ ഷോർട്ട് പോകുന്ന ആളുകൾ, അവരൊക്കെ നമ്മളുടെ വിചാരം എന്താണ്? നമ്മളുടെ വിചാരം ഒരു 10 പോയിൻറ്റും 20 പോയിൻറ്റും ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുന്ന ആളുകളല്ല. കൂടുതൽ ആളുകളും എന്താണ്, അല്ലെങ്കിൽ മെജോറിറ്റി ആളുകളും എന്താണ്, ഫ്യൂച്ചേഴ്സിൽ ഷോർട്ടോ ലോങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഓപ്ഷൻസ് വെച്ച് ഹെഡ്ജ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഈ ടോപ്പിൻ്റെ മുകളിൽ എന്തുണ്ടാവും? ലിക്വിഡിറ്റി ഉണ്ടാകും. എന്ത് ലിക്വിഡിറ്റി? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് പോവുക എവിടേക്കായിരിക്കും? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. കാരണം എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ആയിരിക്കും പ്രൈസ് ട്രാവൽ ചെയ്യുന്നത്. ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റിയാണ്. പ്രൈസ് ഒരു ലെവലിലെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയിന്റിലേക്ക് പ്രൈസ് പോകും. ഓക്കെ, പോകണം. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ബുള്ളിഷായിട്ടും ബെയറിഷായിട്ടും അത്യാവശ്യം കുറച്ച് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ചാനൽ പാറ്റേൺസിനെ കുറിച്ച് പറയാം. ചാനൽ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചാനലിൻ്റെ ഉള്ളിലായിട്ട് ക്രിയേറ്റ് ആവുന്ന പാറ്റേൺസ്. ഓക്കെ, റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഒരു ഫ്ലാഗ് പാറ്റേൺ, ബുള്ളിഷ് ഫെയർ
പാറ്റേൺ, ഒരു ബെയറിഷ് ഫ്ലാഗ് പാറ്റേൺ. അതുപോലെ തന്നെ ഇതാണ് മെയിൻ കാര്യം. ദർവാസ് ബോക്സ് അല്ലെങ്കിൽ എന്താണ് ഒരു റേഞ്ച് പാറ്റേൺ അല്ലെങ്കിൽ ഒരു അക്യുമുലേഷൻ പാറ്റേൺ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഒരു അക്യുമുലേഷൻ പാറ്റേൺ, ഒരു സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഉള്ളിൽ. ഓക്കെ, അത് ബ്രേക്ക് ചെയ്യുന്നത് മുകളിലേക്കാണെങ്കിൽ മുകളിലേക്ക് ബൈ ചെയ്യുക, താഴേക്കാണെങ്കിൽ താഴേക്ക് സെല് ചെയ്യുക. ഓക്കെ, പിന്നുള്ളത് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് പാറ്റേൺ. അസെൻഡിങ് ഡിസെൻഡിങ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളിഷ് അസെൻഡിങ് പാറ്റേൺ, അതുപോലെ ബെയറിഷ് ഡിസെൻഡിങ് പാറ്റേൺ. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്നത് എന്താണ്, ഒരു ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേണിൽ ഈ താഴേക്ക് വരുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ചാനൽ അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ ബൈ ചെയ്യുക, സെല്ല് ചെയ്യുന്നത് എവിടെയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ. അതുപോലെ തന്നെ എന്താണ് ഒരു ബുള്ളിഷ് വ്യൂവിൽ ഒരു ദർവാസ് ബോക്സ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇവിടെ നിന്ന് ബൈ ചെയ്യണം. എസ് എൽ എവിടെയാണ് വെക്കേണ്ടത്, എസ് എൽ ഇതിന് താഴെ, കാരണം എസ് എൽ ഇതിൻ്റെ താഴെ പ്രൊട്ടക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ താഴെ. അതുപോലെ തന്നെ എന്താണ് ഒരു അസെൻഡിങ് ട്രയാങ്കിൾ വന്നാൽ എന്താണ് അസെൻഡിങ് പാറ്റേണിൽ പ്രൈസ് ഇങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്യുക. എസ് എൽ എവിടെയാണ് വെക്കുക, ഇതിന് താഴെ വേണം നമ്മൾ എസ് എൽ വെക്കാൻ. ഓക്കെ, ഈ സെയിം സെനാരിയോ ബെയറിഷ് നോക്കുകയാണെങ്കിൽ എന്താ, ബെയറിഷ് ഫ്ലാഗിൽ പ്രൈസ് വന്ന് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സെല്ല് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ എസ് എൽ വെക്കുക. ദർവാസ് ബോക്സ് എന്താണ് താഴേക്കാണ് സെല്ല് വരുന്നതെങ്കിൽ നിങ്ങൾ നോക്കൂ, താഴേക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ സെല്ല് ചെയ്യുക. സെല്ല് ചെയ്ത ബൈ ഓർഡേഴ്സ് ആയിട്ടുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇതിൻ്റെ മുകളിലായിരിക്കണം നമ്മളുടെ സെൽ ഓർഡർ ആയിട്ടുള്ള ബൈ സ്റ്റോപ്പ്. അതുപോലെ ഡിസെൻഡിങ്ങിൽ എങ്ങനെയാണ്, ഡിസെൻഡിങ്ങിൽ ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സെല്ല് ചെയ്യുക, ഇതിന് മുകളിലായിട്ട് എസ് എൽ വെക്കുക. ഓക്കെ, ഇതല്ലേ ആക്ച്വലി റീറ്റെയിൽ ലോജിക് എന്ന് പറയുന്നത്, ഇതിനപ്പുറത്തേക്കില്ല. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റ് നോക്കുന്ന സമയത്ത് എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റ് നോക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കുക. പ്രൈസ് മുകളിലേക്ക് വന്നു, താഴേക്ക് പുഷ് ചെയ്തു, മുകളിലേക്ക് പുഷ് ചെയ്തു, താഴേക്ക് പുഷ് ചെയ്തു, മുകളിലേക്ക് പുഷ് ചെയ്തു, താഴേക്ക് പുഷ് ചെയ്തു, മുകളിലേക്ക് പുഷ് ചെയ്തു, താഴേക്ക് ഇത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡോട്ട് ഇട്ടതെല്ലാം ലിക്വിഡിറ്റിയാണ്. ഡോട്ട് ഈ താഴെ എന്താ ലിക്വിഡിറ്റി മാർക്ക് ചെയ്യാത്തത്, കാരണം ഈ ലിക്വിഡിറ്റീനെ ഇത് ബ്രേക്ക് ചെയ്തെടുത്തു, ഈ ലിക്വിഡിറ്റിനെ ഇത് ബ്രേക്ക് ചെയ്തെടുത്തു, ഇത് ലിക്വിഡിറ്റിനെ ബ്രേക്ക് ചെയ്തെടുത്തു. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഏരിയയിൽ ലിക്വിഡിറ്റി ഉണ്ടാവില്ല. ലാസ്റ്റുള്ള ലിക്വിഡിറ്റി പറയുന്നത് ഇതാണ്, കാരണം ഇത് ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളത് മുകളിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മുകളിലുള്ള ലിക്വിഡിറ്റി ഈ ഫോമിലും താഴെ ലിക്വിഡിറ്റി ഈ ഫോമിലുമാണ് ഇവിടെ ക്രിയേറ്റ് ആവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് അഡ്രസ്സ് ചെയ്യാം ഒരു ബുള്ളിഷ് ഫ്ലാഗിൽ. അതുപോലെ തന്നെ എന്താണ് ഒരു ബുള്ളിഷ് എന്നല്ലെങ്കിൽ എന്താണ് ഒരു ദർവാസ് ബോക്സ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് പറയുക, മുകളിലേക്ക് താഴേക്ക്, മുകളിലേക്ക് താഴേക്ക്, മുകളിലേക്ക് താഴേക്ക്, മുകളിലേക്ക് താഴേക്ക്. ഓക്കെ, ഇങ്ങനെ ഒരു ചാനൽ പോലെ ഒരു അക്യുമുലേഷൻ ഫേസ് പോലെ ചെയ്യുന്ന സമയത്ത് മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആകും, താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ക്രിയേറ്റ് ആകും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് അസെൻഡിങ് ട്രയാങ്കിളിൽ നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈസ് മുകളിലേക്ക് വന്നു, താഴേക്ക്, മുകളിലേക്ക് പോയി, താഴേക്ക് വന്നു, മുകളിലേക്ക് പോയി, താഴേക്ക് വന്നു, മുകളിലേക്ക്. ഇതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, പ്രൈസ് ബയേഴ്സ് എല്ലാം കോൺസിസ്റ്റൻ്റ് ആണ്, പക്ഷേ സെല്ലേഴ്സ് പവർ ലൂസ് ആവുന്നത് പോലെ. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ലെവലിൽ ലിക്വിഡിറ്റി ഫോം ആവുന്നുണ്ട്, ഈ ലെവലിൽ ലിക്വിഡിറ്റി ഫോം ആവുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇവിടെയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി താഴെയും അഡ്രസ്സ് ചെയ്തത്. ഓക്കെ, ഇനി എന്താണ് ബെയറിഷ് സെനാരിയോയിലേക്ക് വരുന്ന സമയത്തും ബെയറിഷ് ഫ്ലാഗിൽ എന്താണ് ഇവിടെയൊക്കെ ലിക്വിഡിറ്റിയാണ് താഴേക്ക്. ഇവിടെ എന്താണ് ഞാൻ ലിക്വിഡിറ്റി അഡ്രസ്സ് ചെയ്യാത്തത്, ഈ ലിക്വിഡിറ്റീനെ ഇവിടെ ബ്രേക്ക് ചെയ്തു, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്താണല്ലോ, ലാസ്റ്റ് ലിക്വിഡിറ്റി ഉള്ളത് ഇവിടെയാണ്. ഓക്കെ, ഈ ലിക്വിഡിറ്റിനെ മുഴുവനായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അതുപോലെ മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ദർവാസ് ബോക്സിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് സൈഡ് വേസ് മൊമെൻ്റമാണ്. മുകളിലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും, താഴെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. മുകളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ലിക്വിഡിറ്റിനെ പറയുന്ന പേര് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്നും, താഴെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ലിക്വിഡിറ്റിനെ നമ്മൾ പറയുന്ന പേര് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്നുമാണ്. ഓക്കെ, ഡിസെൻഡിങ് ട്രയാങ്കിളിലും എന്താണ് സെയിം പാറ്റേൺ തന്നെയാണ്, മുകളിലും ലിക്വിഡിറ്റി, താഴെയും ലിക്വിഡിറ്റി. ഓക്കെ, ഇവിടെ വരുന്ന ഈ ലിക്വിഡിറ്റിനെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്നും, ഇവിടെ വരുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിനെ നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്നും പറയും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു ബുള്ളിഷ് ചാനലിൽ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഇൻറ്റൻറ്റ് ബൈയിങ് ആണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് ബൈ സ്റ്റോപ്പ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഇൻ കേസ് ഇനി മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻറ്റൻറ്റ് സെല്ലിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യും, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തിട്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുക്കാൻ പോകും. ഓക്കെ, ഇവിടെ എന്താണ് ഒരു ദർവാസ് ബോക്സിൽ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് മുകളിലേക്കാണ് അല്ലെങ്കിൽ ലോങ് ആണെങ്കിൽ എന്ത് ചെയ്യും, അക്യുമുലേഷൻ ഫേസിന് ശേഷം ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ് ആയിരിക്കും ഉണ്ടാവുക. താഴത്തെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് പോവുക. അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റ് ഇൻറ്റൻറ്റ് താഴേക്കാണെങ്കിൽ ആദ്യം ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തിട്ട് താഴേക്ക് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുക്കും.
ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോവാം. അതുപോലെ തന്നെ എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തിട്ട് പ്രൈസ് താഴേക്ക് പോവാം. ഓക്കെ, എങ്ങനെയാണെങ്കിലും ഒരു മാനിപ്പുലേഷൻ ഉറപ്പാണ്, ഒബ്വിയസ്ലി ഉറപ്പാണ്, ഒരു മാനിപ്പുലേഷൻ ഉറപ്പാണ്. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മാനിപ്പുലേഷൻ വരികയാണെങ്കിൽ ഉറപ്പിച്ചോ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് പോകും. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ മാനിപ്പുലേഷൻ വരികയാണെങ്കിൽ ഉറപ്പിച്ചോ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് പോകും. ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം എന്താണ്, ഒരു റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂവിലെ ചാനലും ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിലെ ചാനലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു റീറ്റെയിലർ ഒരു ഒരു ചാറ്റ് പാറ്റേണിനെ ഒരു എൻട്രി ക്രൈറ്റീരിയ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനെ ലിക്വിഡിറ്റി ആയിട്ടാണ് കാണുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു റീറ്റെയിലർ ആ ചാറ്റ് പാറ്റേൺസിൻ്റെ ബ്രേക്ക് ഔട്ടിൽ ഒരു എൻട്രിയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ആ ചാറ്റ് പാറ്റേണിൽ എൻട്രി എടുക്കുന്ന ആളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, അവിടെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കാണുന്നതിൽ നിന്നും അവർ കാണുന്നതെല്ലാം ലിക്വിഡിറ്റി ബേസ് ആണ്. അതുകൊണ്ടാണ് ലിക്വിഡിറ്റി ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻസ് ഇൻ ICT ട്രേഡിംഗ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാറ്റ് പാറ്റേൺസ് എല്ലാം ഒന്ന് നമുക്ക് ചാർട്ടിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ചാർട്ടിൽ കാണുന്നത് ഒരു ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺ ആണ്. കാരണം എന്താണ്, ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേണിൻ്റെ ഫ്ലാഗിൻ്റെ കോല്, ഓക്കെ, ഫ്ലാഗിൻ്റെ പതാക, ഫ്ലാഗിൻ്റെ ബോഡി, ഓക്കെ. അതിനുശേഷം എന്താണ് ചില ആളുകൾ കൺസീലിയേഷൻ മെത്തേഡോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. എത്രയാണോ ഇതിൻ്റെ പോൾ, ഒരു ഫ്ലാഗ് പോൾ എത്രയാണെന്ന് മെഷർ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഫ്ലാഗ് പോളിൻ്റെ അതേ സ്പേസ് മുകളിലേക്ക് കൊടുക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ എവിടെയായിരിക്കും എസ് എൽ നമുക്ക് എന്താണ് ഇതിൻ്റെ താഴെ വെക്കാം. ഓക്കെ, വേണമെങ്കിൽ ഇതിൻ്റെ താഴെ വെക്കാം. ഓക്കെ, ടാർഗറ്റ് എന്ന് പറയുന്നത് ഫ്ലാഗ് പോളിൻ്റെ ലെവലായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കുക, പ്രൈസ് മുകളിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ഒരു പോള് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫ്ലാഗ് പാറ്റേൺ വന്ന് അത് ബ്രേക്ക് ഔട്ടിലാണ് നമ്മളുടെ എൻട്രി. ഓക്കെ, അതിനുശേഷമാണ് നമ്മളുടെ എൻട്രി. ഓക്കെ, പ്രൈസ് പക്കാ ഫെയിലാണ്. പക്കാ ഫെയിൽ എന്താണ്, ഫുള്ളി ലിക്വിഡിറ്റി ടേക്ക് ഔട്ടാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ബുള്ളിഷ് പാറ്റേൺ വന്നിട്ടുണ്ട്. ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺ. ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് ഫ്ലാഗ് പോള്, അതിനുശേഷം ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺ, അതിനുശേഷം പക്ക ആയിട്ടൊരു ബ്രേക്ക് ഔട്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഫ്ലാഗിൻ്റെ ആ ഒരു പോൾ മെഷർമെൻറ്റ് എടുക്കുന്നു. ആ ഒരു പോൾ മെഷർമെൻറ്റ് എടുക്കുന്നു. ആ ഒരു സെയിം ഏരിയ നമുക്ക് ഇങ്ങോട്ട് കിട്ടുമോ എന്ന് നോക്കാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു ക്യാൻഡിൽ ക്ലോസ് വന്നിട്ടുണ്ട്. ഇതിന് മുകളിലൊരു എൻട്രി. SL എവിടെ വെക്കണം, SL ഇവിടെ വെക്കാം. പിന്നെ ലോജിക്കലായിട്ടുള്ളൊരു SL എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഇവിടെ ആയിരിക്കുമല്ലോ. ഇവിടേക്ക് എന്തായാലും ഇത്രയും വെക്കാറിലുണ്ടാവില്ല, ഇതിന് താഴെ. ഇതിന് താഴെ വെക്കുകയാണെങ്കിൽ 1:2 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും. 1:2 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ കിട്ടും. എന്നിരുന്നാൽ പോലും നമുക്ക് 1:2 വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്താണ്, ഫ്ലാഗ് പാറ്റേൺ വന്നു, എൻട്രി എടുത്തു, SL പ്ലേസ് ചെയ്തു. SL പ്ലേസ് ചെയ്തു, കറക്റ്റ് ഒരു ഡിപ്പ് താഴേക്ക്. അതിനുശേഷം എന്താണ്, നിങ്ങൾ നോക്കൂ, കറക്റ്റ് ഒരു ഡിപ്പ്, ഒരു ജസ്റ്റ് സ്പൈക്ക്. അതിനുശേഷം എന്താവാം, അതിനുശേഷം നമ്മളുടെ ടാർഗറ്റ് അടിക്കാം, വീണ്ടും SLലേക്ക് പോവാം, എന്തുവാം. അപ്പം നമ്മളിവിടെ പറയുന്നതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാഗ് പാറ്റേൺ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ സ്റ്റോപ്പ് ലോസ്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം നോക്കുക, ഇവിടെ എന്താണ് SL എടുത്തതിന് ശേഷം പ്രൈസ് വീണ്ടും ഒരു ട്രെൻഡ് ലൈൻ ബേസ് ആയിട്ട് വരുന്നു. അവിടെയും ആളുകൾ എൻട്രി എടുക്കുന്നു, ഫേക്കിലാവുന്നു. ഇതാണ് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഫ്ലാഗ് പാറ്റേൺ എടുക്കുകയാണെങ്കിൽ ഫ്ലാഗ് പാറ്റേണോ അതെന്ത് പാറ്റേണോ, ഞാൻ പാറ്റേൺസ് ഒന്നും യൂസ് ചെയ്യാൻ പറയുന്നില്ല, എടുക്കുകയാണെങ്കിൽ മുകളിലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവും, താഴെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവും. ഇവിടെ ആക്ച്വലി എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നത്, മുകളിലെ ലിക്വിഡിറ്റി ആദ്യം ടേക്ക് ഔട്ട് ചെയ്തു, അതിനുശേഷം താഴത്തെ ലിക്വിഡിറ്റിയും ടേക്ക് ഔട്ട് ചെയ്തു, അതിനുശേഷം പ്രൈസ് മുകളിലേക്ക്. അപ്പോൾ നമ്മൾ ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺ പറഞ്ഞ പോലെ നെക്സ്റ്റ് ബെയറിഷ് ഫ്ലാഗ് പാറ്റേൺ, പ്രൈസ് താഴേക്ക് വന്ന് ഇവിടെ ഒരു ഫ്ലാഗ് പോൾ ഉണ്ടാക്കി, അതിനുശേഷം എന്ത് ചെയ്തു, ഇതുപോലെ ഒരു ഫ്ലാഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പെർഫെക്റ്റ്ലി എന്ത് ക്രിയേറ്റ് ചെയ്തു, ഒരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തു. നമ്മളെന്താണ് ഇവിടെ
എൻട്രി എടുത്തിട്ട് ഇതിൻ്റെ തൊട്ട് മുകളിൽ SL വെക്കുന്നു. നമുക്ക് മേജറായിട്ട് വെക്കാൻ പറ്റുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണെങ്കിൽ അറൗണ്ട് നമ്മൾ 1:2 ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് റീറ്റെയിൽ മെത്തേഡ്. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ് പറയുന്ന സമയത്ത് എന്താണ്, ഇതിന് മുകളിലും ലിക്വിഡിറ്റി ഉണ്ടാവും, ഇതിന് താഴെ ലിക്വിഡിറ്റി ഉണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് മുകളിലാണ് ബയ്യിങ് ആണെങ്കിൽ പ്രൈസ് താഴേക്ക് വന്നിട്ട് ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടേ മാർക്കറ്റ് മുകളിലേക്ക് പോകൂ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്താകും, അല്ലെങ്കിൽ ഏതർവൈസ് എന്താണ്, മുകളിലെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ട് താഴേക്ക് വന്നിട്ട് താഴെ ലിക്വിഡിറ്റി എടുത്തിട്ട് വോളി മാർക്കറ്റിൽ ഒരു റാലി മുകളിലേക്ക് എക്സ്പാൻഷൻ കാണാം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഓക്കെ ആ ഒരു സ്പൈക്കിൽ തന്നെ എന്ത് ചെയ്തു, ആ സ്പൈക്കിൽ തന്നെ മുകളിലുള്ള ലിക്വിഡിറ്റീസ് എല്ലാം കളക്ട് ചെയ്തു. അപ്പോൾ എന്താണ്, അങ്ങനെ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ പ്രൈസ് താഴേക്ക് പോകും. താഴേക്ക് പോകുന്ന എന്താണ്, താഴത്തെ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഇതാണ് പല ആളുകളും പറയുന്നതിൻ്റെ ആ ഒരു മെയിൻ റീസൺ. എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം ശ്രദ്ധിച്ചേക്കുക, എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രൈസ് മുകളിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ ആണ് ഇത്. അപ്പോൾ നമ്മൾ ചാനൽ ചാറ്റ് പാറ്റേൺസിൽ നമ്മൾ ബുള്ളിഷ് ഫ്ലാഗും ബെയറിഷ് ഫ്ലാഗും പറഞ്ഞതിന് ശേഷം നമ്മളുടെ നെക്സ്റ്റ് ആണ് എന്താണ്, ദർവാസ് ബോക്സ് അല്ലെങ്കിൽ അക്യുമുലേഷൻ റേഞ്ച് കളിക്കുന്ന തരത്തിലുള്ള ആ ഒരു പാറ്റേൺ. ഇതെന്താണ്, ഇതൊരു റേഞ്ചിൻ്റെ ഉള്ളിൽ പ്രൈസ് കിടന്ന് കളിച്ചിട്ട് ആ ഒരു ബ്രേക്ക് ചെയ്യുന്നതിലാണ് മെജോറിറ്റി ട്രേഡേഴ്സിൻ്റെയും ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ പ്രൈസ് ഒരു അക്യുമുലേഷൻ ഫേസോ അല്ലെങ്കിൽ ആ ഒരു ഫേസ് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക്, ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് താഴേക്ക്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് വന്നിട്ട് ഒരു അക്യുമുലേഷൻ ഫേസ് ചെയ്ത് കഴിഞ്ഞ് മുകളിലേക്ക് ക്യാൻഡിൽ ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മുകളിലേക്ക് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ SL വെക്കുന്ന ഏരിയകൾ ഏതായിരിക്കും, ചിലപ്പോൾ ഈ ഒരു പുൾ ബാക്കിൻ്റെ താഴെ വെക്കാം, ചിലപ്പം ഇതിൻ്റെ താഴെ വെക്കാം. നമുക്ക് കുറച്ചുകൂടി പ്രൊട്ടക്റ്റീവായിട്ട് താഴെ വെക്കുകയാണെങ്കിൽ ഒരു 37 പോയിന്റ് സ്റ്റോപ്പ് ലോസ് താഴെ വരികയാണെങ്കിൽ നമുക്ക് ഇതിനൊരു ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 1.64 വരും. അപ്പം ഒരു 1:2 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ലെവലാണ് വരിക. അപ്പോൾ ഇതാണ് ഒരു റീറ്റെയിൽ ലോജിക്കിൽ നമ്മൾ ഈ ഒരു ദർവാസ് ബോക്സ് പ്രകാരം നമ്മളുടെ ഒരു എൻട്രി എന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ ചിന്തിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു പാറ്റേൺ വരുന്ന സമയത്ത് താഴെ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യപ്പെടും, മുകളിലും ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യപ്പെടും. മുകളിൽ ലിക്വിഡിറ്റീനെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്നും താഴത്തെ ലിക്വിഡിറ്റി സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്നുമാണ്. പ്രൈസ് എന്ത് ചെയ്യും, പ്രൈസ് മുകളിലെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് താഴേക്ക് വന്നിട്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യും. കാരണം എന്താണ്, ഇവിടെ അക്യുമുലേറ്റീവ് ഫേസിൽ ബോത്ത് സൈഡിൽ ലിക്വിഡിറ്റി ക്രിയേഷൻ നടക്കുന്നതാണ്. ബോത്ത് സൈഡിൽ ലിക്വിഡിറ്റി ക്രിയേഷൻ നടക്കുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലുള്ള ലിക്വിഡിറ്റിയും ടേക്ക് ഔട്ട് ചെയ്യപ്പെടും. ഇപ്പം നമ്മൾ അക്യുമുലേഷൻ റേഞ്ച് മുകളിലേക്ക് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് ട്രാപ്പ് ആകുന്നത് പറഞ്ഞു. താഴേക്ക് എങ്ങനെയാണ്, താഴേക്ക് വരുന്നത് ഇതുപോലെ തന്നെ പ്രൈസ് എന്ത് ചെയ്തു, മുകളിലേക്ക് വന്ന് ഒരു കൺസോൾട്ടേറ്റ് ചെയ്തു. അതിൻ്റെ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ഇവിടെ സെല്ല് ചെയ്യും. ഇവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, കാരണം സെല്ല് ചെയ്യുന്ന ആളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബൈ ഓർഡറാണ്, ബൈ ഓർഡർ റെസ്റ്റിംഗ് എബോ. ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സെൽ സെനാരിയോ ഉണ്ട് എങ്കിൽ പോലും റീറ്റെയിൽ ലോജിക്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ഞാനിവിടെ ഒരിക്കലും സെല്ല് ചെയ്യില്ല. ഒരു റീറ്റെയിൽ ലോജിക്കിൽ നോക്കുന്ന സമയത്ത് ഒരു എൻട്രി ഒരു എക്സിറ്റ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ നോക്കുക SL പറ്റില്ല. പക്ഷേ എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്, ബോത്ത് സൈഡിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മുകളിലും താഴെയുമായിട്ട് ലിക്വിഡിറ്റി ചെയ്യപ്പെട്ടു. ഇപ്പം നിങ്ങൾ നോക്കണമെങ്കിൽ താഴത്തെ ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ഔട്ട് ചെയ്തതാണെന്ന് വിചാരിക്കുക. ഇൻ കേസ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും. എന്തിന്, ഇവിടെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്താണ്, ഈ ടൈപ്പ് വരുന്ന സമയത്ത് എന്താണ്, മാർക്കറ്റിൽ എപ്പോഴും എന്താണ്, രണ്ട് സൈഡിലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. മുകളിലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും, താഴെയും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. നെക്സ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു അസെൻഡിങ് പാറ്റേൺ വന്നിട്ട് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ മുകളിലേക്ക് ബൈ ചെയ്യുന്ന ഒരു സെനാരിയോ നോക്കാം. സെൽ ഓർഡർ ഇവിടെ ഉണ്ടാവും, ഇവിടെ സെൽ ഓർഡർ ഉണ്ടാവും. ഇത് ലിക്വിഡിറ്റി ബേസിൽ നോക്കുന്ന സമയത്ത് എന്താണ്, പ്രൈസ് താഴേക്ക് വരുന്നു, ബയ്യേഴ്സ് പുഷ് ചെയ്യുന്നു, സെല്ലേഴ്സ് പുഷ് ചെയ്യുന്നു, ബയ്യേഴ്സ് പുഷ് ചെയ്യുന്നു. ഇവിടെ എന്താണ്, ബയ്യേഴ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എന്താണ്, ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്, ഇവിടെ എല്ലാം ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
അതുപോലെ താഴെയും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രൈസ് എന്ത് ചെയ്യും? പ്രൈസിൻ്റെ ഇൻഡെൻറ്റ് മുകളിലേക്കാണെങ്കിൽ, ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി ഈ ഒരു ലെവലിൽ ലിക്വിഡിറ്റി ഉണ്ടാവും, ഈ ഒരു ലെവലിൽ ലിക്വിഡിറ്റി ഉണ്ടാവും. പ്രൈസിൻ്റെ ഇൻഡെൻറ്റ് മുകളിലേക്കാണെങ്കിൽ താഴെ ലിക്വിഡിറ്റി എടുത്തിട്ട് മുകളിലേക്ക് പോകും. പ്രൈസിൻ്റെ ഇൻഡെൻറ്റ് താഴേക്കാണെങ്കിൽ എന്ത് ചെയ്യും? മുകളിലെ ലിക്വിഡിറ്റി എടുത്ത് താഴേക്ക് പോകും. അല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കുക? എങ്ങനെ? ലിക്വിഡിറ്റി ബേസ് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ്? അങ്ങനെ ആയിരിക്കും സംഭവിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്രേക്ക് വന്നിട്ടുണ്ട്, താഴെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്യും? അതിനുശേഷം മുകളിലേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ ഈ ലിക്വിഡിറ്റി പ്രൈസ് ടാപ്പ് ചെയ്തു. ഓക്കെ, ടാപ്പ് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു? ഈ ലിക്വിഡിറ്റി താഴെ ഞാൻ പറഞ്ഞ ഈ ലിക്വിഡിറ്റിയും പ്രൈസ് എന്ത് ചെയ്തു? ടാപ്പ് ചെയ്തു. അതാണ് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി. രണ്ട് സൈഡിലും ട്രാപ്പ് കമ്പൽസറി ആണ്. ഓക്കെ, നിങ്ങൾ കാണുന്നത് ഡിസെൻഡിങ് ട്രയാങ്കിൾ ആണ്. നമ്മൾ അസെൻഡിങ് പറഞ്ഞ പോലെ ഡിസെൻഡിങ് എങ്ങനെയാണ്? പ്രൈസ് മുകളിലേക്ക് വരുന്നു, ഈ ഒരു ലെവലിൽ പാറ്റേൺ. ഓക്കെ, ലിക്വിഡിറ്റി ബേസിൽ എന്താണ്? മുകളിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും, അതുപോലെ താഴെ ലിക്വിഡിറ്റി ഇൻ ദ ഫോം ഒരു ട്രെൻഡ് ലൈൻ ഫോമിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, പ്രൈസ് എന്താണ്? പ്രൈസ് താഴെ വന്നിട്ട് മുകളിൽ പോവാം, താഴെ ലിക്വിഡിറ്റി എടുത്തിട്ട് മുകളിൽ പോവാം, മുകളിലെ ലിക്വിഡിറ്റി എടുത്ത് താഴെ പോവാം. ഇൻ കേസ് ഈ ഒരു ബേസിൽ ട്രേഡ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു എൻട്രി കിട്ടിയാൽ SL ഒബ്വിയസ്ലി ഇതിൻ്റെ മുകളിലായിരിക്കും. 33 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വരികയാണെങ്കിൽ അറൗണ്ട് 1:2 ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ട്രാപ്പ് നടക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? ലിക്വിഡിറ്റിൻ്റെ ബേസിലാണ്. റെസ്റ്റിംഗ് ലിക്വിഡിറ്റി ടു പെൻഡിങ് ലിക്വിഡിറ്റി. ഓക്കെ, റെസ്റ്റിംഗ് ലിക്വിഡിറ്റിയിൽ നിന്ന് പെൻഡിങ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? മുകളിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തു, അതിനുശേഷമാണ് പ്രൈസ് താഴേക്ക് വന്ന് താഴത്തെ ലിക്വിഡിറ്റിയും എടുക്കും. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ആ ഒരു എന്താണ് ലോജിക്കിനെ കുറിച്ച് മനസ്സിലാക്കുക. ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ എൻട്രിയും വരും, എക്സിറ്റും വരും. എൻട്രി ഏരിയ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ എക്സിറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ സെൽ ഓർഡറുള്ള ഏരിയ. സെൽ ഓർഡർ എല്ലാം ലിക്വിഡിറ്റി ആയിരിക്കും, റെസ്റ്റിംഗ് ലിക്വിഡിറ്റി. അത് ടേക്ക് ഔട്ട് ചെയ്യുന്നത് വരെ അതൊരു പെൻഡിങ് ഓർഡർ ആയിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ലിക്വിഡിറ്റി. റീറ്റെയിലേഴ്സ് പൂളായിട്ട് റീറ്റെയിലേഴ്സ് പൂളായിട്ട്, അല്ലെങ്കിൽ മെജോറിറ്റി റീറ്റെയിലേഴ്സ് ഒരു മേജർ ബൈ വന്നു കഴിഞ്ഞാൽ എവിടെയായിരിക്കും സെൽ ഓർഡർ വെക്കുക? മേജർ സെൽ ഓർഡർ വന്നാൽ എവിടെയാണ് ബൈ ഓർഡർ വെക്കുക? ഓക്കെ, ദാറ്റ് ഈസ് ദെയർ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ബുള്ളിഷ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് പറഞ്ഞു, ബെയറിഷ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് പറഞ്ഞു, ചാനൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് നമ്മൾ റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂലും പറഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിലും പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാവുന്നത് എന്താണ്? ഒരു റീറ്റെയിലർ ഒരു എൻട്രി ക്രൈറ്റീരിയ, അവൻ്റെ ലോജിക് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് എൻട്രി എടുത്തിട്ട് നെക്സ്റ്റ് റെസിസ്റ്റൻസിലോ നെക്സ്റ്റ് സപ്പോർട്ടിലോ പോയിട്ട് എക്സിറ്റ് ചെയ്യുക. ഓക്കെ, SL വെക്കുന്നത് എപ്പോഴും എവിടെയായിരിക്കും? ആ റൂൾ ഓഫ് തമ്പ് പ്രകാരം എവിടെയാണ് ഒരു സ്വിംഗ് ലോ, ആ ഒരു രീതിയിൽ ഇല്ലോജിക്കൽ SL പ്ലേസ്മെൻ്റ് ആണ്. ബട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? അവൻ ഇതിനെല്ലാം ലിക്വിഡിറ്റി ആയിട്ടാണ് കാണുക. അവർക്ക് വേണ്ടതും ലിക്വിഡിറ്റിയാണ്. അപ്പം എന്താണ്? നമ്മളെപ്പോഴും ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്ന സ്ഥലത്തായിരിക്കണം നമ്മളുടെ എൻട്രി. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിൻ്റെ താഴെയായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചാർട്ട് പാറ്റേൺസ് ഒരു റീറ്റെയിലേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇറ്റ്സ് എ എൻട്രി ക്രൈറ്റീരിയ. അതുപോലെ തന്നെ ചാർട്ട് പാറ്റേൺസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വ്യൂ പോയിന്റിൽ എന്തായിരിക്കും? ക്രിയേഷൻ ഓഫ് ലിക്വിഡിറ്റി, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാനും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാനിപ്പുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ, അവർക്കൊരു ലിക്വിഡിറ്റി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ടൂളായിട്ടാണ് ഇവർ കാണുന്നത്. ഓക്കെ, മേജറായിട്ട് ഇവിടെ നിന്നൊരു ബൈയിങ് വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം ഇതിൻ്റെ താഴെ സെൽ ഓർഡർ ഉണ്ടാവും. ഓക്കെ, വൈസ് വേഴ്സ താഴേക്കൊരു സെല്ല് വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം ബൈ ഓർഡർ മുകളിലുണ്ടാവും. ഇതുപോലൊരു ചാനൽ വന്നു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ റീറ്റെയിലേഴ്സ് എല്ലാം ബൈ ചെയ്ത് അവർക്കറിയാം താഴെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, സെൽ ഓർഡർ ഉണ്ട്. സെൽ ഓർഡർ ആണ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൈസിനെ താഴ്ത്തിയ സെൽ ഓർഡർ കളക്ട് ചെയ്തിട്ടേ മുകളിലേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ചാർട്ട് പാറ്റേൺസ് റീറ്റെയിലേഴ്സ് യൂസ് ചെയ്യുന്നത് അവരുടെ ലോജിക് എന്ന് പറയുന്നത് എൻട്രി ക്രൈറ്റീരിയ ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേഷൻ ഓഫ് ലിക്വിഡിറ്റി. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനിപ്പുലേഷൻ, നമ്മൾ പറഞ്ഞ പോലെ ഡയറക്റ്റ് സ്റ്റോപ്പ് ഹണ്ടും ലിക്വിഡിറ്റി ഹണ്ടും ഉണ്ട്. എന്താണ്? ഡയറക്റ്റായിട്ട് പ്രൈസിനെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഹണ്ട് ചെയ്യുന്ന പരിപാടി. നെക്സ്റ്റ് എന്താണ്? ലിക്വിഡിറ്റി ഹണ്ട് ആഫ്റ്റർ ലിക്വിഡിറ്റി ക്രിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഇതുപോലത്തെ ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ബൈയിങ് ആണ് ചെയ്യുന്നതെങ്കിൽ അവർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തിട്ട് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പോകും.
കൺഫ്യൂഷൻ ആവണ്ട. അവർക്ക് സെല്ലാണ് ചെയ്യേണ്ടതെങ്കിൽ അവരെന്ത് ചെയ്യും, സെല്ലാണ് അവർക്ക് വേണ്ടത് എങ്കിൽ അവരെന്ത് ചെയ്യും, സെല്ലിങ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ സെല്ലിങ് അവർ സെല്ല് ചെയ്യുന്നതിന് മുന്നേ തന്നെ റീറ്റെയിലേഴ്സിനെ കൊണ്ട് ഇൻഡ്യൂസ് ടു സെല്ല് ചെയ്യിപ്പിച്ചിട്ട് അവർ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഏർലി എൻട്രി എടുപ്പിച്ചതിന് ശേഷം അവരുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ലിക്വിഡിറ്റി ഹണ്ട് ആഫ്റ്റർ ലിക്വിഡിറ്റി ക്രിയേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ്, റീറ്റെയിൽ ചാർട്ട് പാറ്റേൺസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബോത്ത് സൈഡിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ക്രിയേറ്റ് ആകും. വേണമെങ്കിൽ ഒന്നുകൂടി പറയാം, ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനിപ്പുലേഷനിൽ എന്താണ് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ഫണ്ട് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പഠിച്ച പോലെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ഹണ്ട് ചെയ്തിട്ട് മാർക്കറ്റ് പോകും. ഇൻ കേസ് ലിക്വിഡിറ്റി കൺഫേം ആയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ബൈ ഓർഡർ ആണ് വേണ്ടതെങ്കിൽ അവർക്ക് ഒരു 10 lakh ബൈ ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, അവർക്കൊരു 10 lakh ബൈ ഓർഡർ വേണമെങ്കിൽ അവർക്ക് കറസ്പോണ്ടിങ് ഓർഡർ മാച്ച് ആവണമെങ്കിൽ 10 lakh സെൽ ഓർഡർ വേണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, പ്രൈസിനെ താഴേക്ക് വന്ന് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയയിലെല്ലാം പോയിട്ട് ആ സെൽ ഓർഡർ എല്ലാം ബൈ ഓർഡർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇൻ കേസ് എന്നിട്ടും ഒരു 8 lakh അവർക്ക് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ഓർഡർ മാച്ച് ആവാൻ 2 lakh വേണം. അപ്പോൾ എന്ത് ചെയ്യും, ബൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാറ്റേൺ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് കൊടുക്കുമ്പോൾ താഴെ എന്താവും, വീണ്ടും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവും. അത് ടേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കാം, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ബയ്യിങ് ആണ്. നോക്കുക, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ബയ്യിങ് ആണ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ബയ്യിങ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻറ്റൻറ്റ് ചെയ്യണം. ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ബയ്യിങ് ആണ്. അവർക്ക് എന്താണ്, അവർ ലോങ് പോവാണ്. ഇപ്പം നിങ്ങൾ നോക്കുന്നത് ഇത് ഒരു കൊമോഡിറ്റി ആവട്ടെ, സ്റ്റോക്ക് ആയിക്കോട്ടെ, ഓപ്ഷൻ ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ, എന്തിൻ്റെ ചാർട്ട് ആയിക്കോട്ടെ, ഓക്കെ, എന്തിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ ആയിക്കോട്ടെ, അവിടെ ഓർഡർ കളക്ഷൻ ആൻഡ് ഓർഡർ മാച്ചിങ് ഈ രണ്ട് സംഭവം വേണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 lakh ആണ് അവർ ബൈ ചെയ്യേണ്ടത് എങ്കിൽ ഓർഡർ കളക്ഷൻ ആയിട്ടേ ഉള്ളൂ. ഓർഡർ മാച്ചിങ് ആവണമെങ്കിൽ കറസ്പോണ്ടിങ് 10 lakh സെൽ ഓർഡേഴ്സ് മാർക്കറ്റിൽ വേണം. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എല്ലാ സമയത്തും അവിടെ മാർക്കറ്റിലെ ഓർഡേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, ആയിരിക്കില്ല. അപ്പോൾ എന്തു ചെയ്യും, പ്രൈസിനെ അവർക്കറിയാം ഇതാണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയ. കാരണം ഇവിടെ നിന്നൊക്കെ ബയ്യിങ് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ നിന്നൊക്കെ ബയ്യിങ് വന്നിട്ടുണ്ട്. അപ്പം എന്താണ്, ഇവിടെ ബൈ വന്ന ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബൈ ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ സെൽ സ്റ്റോപ്പ് ഓർഡർ. മനസ്സിലായല്ലോ, ഫസ്റ്റ് ഇമേജ്, സെക്കൻഡ് ഇമേജ്. ഫസ്റ്റ് ഇമേജ് അവരുടെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ബയ്യിങ് ആണ്. രണ്ടാമത്തെ ഇതിൽ ബയ്യിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് സെൽ ഓർഡർ വേണമെങ്കിൽ ലിക്വിഡിറ്റി ഏരിയ ആയിരിക്കും അടുത്തത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ലിക്വിഡിറ്റി ഏരിയ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ബൈ ചെയ്യണമെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ലൈഡിൽ ഫസ്റ്റ് ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ഇമേജിൽ നോക്കുകയാണെങ്കിൽ പ്രൈസിനെ ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് താഴേക്ക് ഇറക്കും. നോക്കുക, ഇതാണ് മാനിപ്പുലേറ്റീവ് ലെഗ്. ഓക്കെ, പ്രൈസിനെ താഴേക്ക് ഇറക്കും. 10 lakh ആണ് അവർക്ക് വേണ്ടതെങ്കിൽ, 10 lakh ബൈ ഓർഡർ ആണ് അവർക്ക് വേണ്ടതെങ്കിൽ, കറസ്പോണ്ടിങ് ഓർഡർ മാച്ചിങ് നടക്കണമെങ്കിൽ 10 lakh സെൽ ഓർഡർ വേണം. ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസിനെ താഴേക്ക് ഇറക്കിയിട്ട് ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യും, ഈ സെൽ ഓർഡേഴ്സ് റീറ്റെയിലേഴ്സിൻ്റെ ബൈ ചെയ്തതിൻ്റെ താഴെയുള്ള സെൽ ഓർഡേഴ്സിനെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, ബൈ ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ്, ആക്ച്വലി ഇതൊരു മാനിപ്പുലേറ്റീവ് ലെഗാണ്. പക്ഷേ റീറ്റെയിലേഴ്സിൻ്റെ ചിന്തയിൽ എന്താണ്, ഇത് പ്രൈസ് താഴേക്ക് വരുന്നതാണ്. ചിലത് ഇത് അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഇത് അടിക്കേണ്ട കാരണം എന്താ, പ്രൈസ് താഴേക്ക് വരുന്നത് കാണുമ്പോൾ പാനിക്കായിട്ട് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ആളുകൾ സെല്ല് ചെയ്യും. ആ സെല്ലും അവർ എന്ത് ചെയ്യും, നിങ്ങൾ സെല്ല് ചെയ്തോ, ഞങ്ങൾ വാങ്ങിക്കോളാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ഇമേജിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ്, പ്രൈസിനെ താഴേക്ക് ഇറക്കി അതിന് ശേഷം എന്താകും, ഇവിടെയുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകും. ഓക്കെ, ഇവിടെ രണ്ട് സെനാരിയോ ഉണ്ട്. അവർക്ക് 10 lakh ബൈ ചെയ്യണമെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കുക, 10 lakh ബൈ ചെയ്യണമെങ്കിൽ 10 lakh സെൽ ഓർഡർ വേണം. ഇൻ കേസ് ഇവിടുന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് സെൽ ഓർഡർ കിട്ടിയിട്ടില്ലെങ്കിലോ, 10 lakh കറക്റ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, 10 lakh കറക്റ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, ഒരു 8 lakh ആണ് കിട്ടിയതെന്ന് വിചാരിക്കുക. 10 lakh ഒരു 8 lakh ആണ് കിട്ടിയത്. എന്ന് എന്താണ്, ഇനി തിരിച്ച് താഴേക്ക് പോകുന്നത് മണ്ടത്തരാണ്. അല്ലെങ്കിൽ എന്താണ്, ഇനി
ഒരുപാട് താഴെയായിരിക്കും. എന്ന് വെച്ചാൽ മാനിപ്പുലേറ്റ് ലെഗ് താഴേക്ക് ഇറക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് ഇതുപോലത്തെ പാറ്റേൺസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം അപ്പോൾ എന്താവും? ഈ റേഞ്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് മുകളിലേക്കൊന്ന് എടുത്തു കൊടുത്താൽ മതി. എന്ത് ചെയ്യും? ഇവിടെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും? ബൈ ചെയ്യും. ഇതിൻ്റെ താഴെ എന്ത് വരും? സെൽ ഓർഡേഴ്സ് വരും. പ്രൈസിനെ താഴ്ത്തിയിട്ട് ഈ സെൽ ഓർഡേഴ്സ് എടുത്തിട്ട് ഈ മാനിപ്പുലേറ്റീവ് ലെഗിന്ന് ആക്ച്വൽ ബൈയിങ് എടുത്ത് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക്. കാര്യം മനസ്സിലായോ? അല്ലെങ്കിൽ ഇത് കേട്ടോ, പ്രൈസ് താഴേക്ക് വന്നിട്ട് ഇവിടെയുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ഔട്ട് ചെയ്യും. ഓക്കെ, ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസിനെ മുകളിലേക്ക് പുഷ് ചെയ്യും. അതിനുശേഷം ഇനിയും സെൽ ഓർഡർ വേണമെങ്കിൽ എന്ത് ചെയ്യും? ഇതുപോലെ ഒരു ഫ്ലാഗ് പാറ്റേൺ, ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കൊടുക്കും. അപ്പോൾ എന്താവും? ഒരുപാട് ആളുകൾ ഫ്ലാഗ് പാറ്റേൺസിന് ചാടി കയറും. ഈ ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേണിൻ്റെ താഴെ അവർ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കും. ഇതിന് താഴെ വെക്കും. പ്രൈസ് വന്നിട്ട് ഈ സെൽ ഓർഡർ കളക്ട് ചെയ്തിട്ട് എവിടെയാണോ മാനിപ്പുലേഷൻ നടന്നത് ആ ഏരിയയിൽ നിന്ന് പ്രൈസ് തിരിച്ച് മുകളിലേക്ക്. അതുപോലെ തന്നെയാണ് ഇവിടെയും. എന്ത് ചെയ്യും? മാനിപ്പുലേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഇട്ട് കൊടുക്കും. ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ബൈ ചെയ്യും. സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാവും, ഇവിടെയും ഉണ്ടാവും. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുക്കും. കാരണം 10 ലാഖിൽ 8 ലാഖ് കിട്ടി, ഇനി വേണ്ടത് 2 ലാഖാണ്. ഈ 2 ലാഖിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്താണ് ഈ പാറ്റേൺസ് എല്ലാം. ഓക്കെ, പാറ്റേൺസ് ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയും, അല്ലെങ്കിൽ എൻജിനീയറിംഗ് ലിക്വിഡിറ്റി എന്ന് പറയും. നമ്മളെ നേരത്തെ എൻട്രി എടുപ്പിച്ച് കൊണ്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് അതിൻ്റെ ഒരു ടേക്ക് അഡ്വാൻറ്റേജ് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ബയ്യിങ് ആണെന്ന് ചോദിക്കുക. ഇനി നമുക്ക് സെല്ലിങ് നോക്കാം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻറ്റൻറ്റ് സെല്ലിങ് ആണെന്ന് വിചാരിക്കാം. അവർക്ക് എന്ത് ചെയ്യണം? സെല്ല് ചെയ്യണം. ഒരു 20 ലാഖ് സെല്ല് ചെയ്യണം. 20 ലാഖ് ഷെയർസ് സെല്ല് ചെയ്യണം. അപ്പോൾ എന്ത് വേണം? ഓർഡർ മാച്ചിങ് ആവണമെങ്കിൽ 20 ലാഖ് ബൈ ഓർഡർ വേണം. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എവിടെയാണുള്ളത്? ഇവിടെയാണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. കാരണം ഇവിടെ നിന്നെല്ലാം സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ബൈ ഓർഡർ ഇവിടെ ഉണ്ടാവും. പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ഇവിടെയുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ഔട്ട് ചെയ്തല്ലോ. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ഔട്ട് ചെയ്തു. ഇൻ കേസ് ആ ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ഔട്ട് ചെയ്തിട്ടും പ്രൈസ് അവർക്ക് ഇനിയും ലിക്വിഡിറ്റി ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സെല്ലിങ്. നിങ്ങൾ നോക്കൂ, ഇതുപോലെ ഒരു ക്യാൻഡിൽ ഇട്ട് കൊടുക്കാറ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എന്താവും? ഇവിടെ ഒരു ബെയറിഷ് ഫ്ലാഗ് ക്രിയേറ്റ് ആയി. ഇവിടെ എന്ത് ചെയ്യും? എല്ലാവരും കയറിയിട്ട് സെല്ല് ചെയ്യും. അപ്പോൾ എന്താവും? ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ബൈ ചെയ്യും. ബൈ ഓർഡർ വരും. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? കുറച്ച് താഴേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? ഒന്ന് സ്പൈക്ക് അടിച്ചിട്ട് ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും കൂടി ടേക്ക് ഔട്ട് ചെയ്തിട്ട് ആക്ച്വൽ മൂവ് താഴേക്ക് പോകും. ഓക്കെ, കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ചാർട്ടിൽ കുറച്ചും കൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇപ്പം നിൽക്കുന്നത് ഇവിടെയാണ് അല്ലേ? പ്രൈസ് ഇപ്പം നിൽക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ ആണ്. നോക്ക് നിങ്ങൾ, ഓൾ ടൈം ഹൈ ആണ്. ഓൾ ടൈം ഹൈയിലാണ് പ്രൈസ് നിൽക്കുന്നത്. പ്രൈസ് ഇവിടെ എത്തി, അവിടെ നിന്ന് ശേഷം റിജക്ഷൻ താഴേക്ക്, അതിനുശേഷം ഇവിടെ നിന്നും റിജക്ഷൻ താഴേക്ക്, അതിനുശേഷം ഈ ഏരിയയിലെത്തി. റീറ്റെയിൽ കോൺസെപ്റ്റ് പ്രകാരം ഇറ്റ്സ് എ റെസിസ്റ്റൻസ്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലിക്വിഡിറ്റി ബേസിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനി നമുക്ക് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയ. ഇത് മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയോ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ അത് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് പ്രൈസ് താഴേക്ക് ഇറങ്ങി. നിങ്ങൾ ഇവിടെ അതൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല തരത്തിൽ പാറ്റേൺസ് കാണാം. ഓക്കെ, ഇപ്പം ഈ ഒരു രീതിയിൽ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പ്രൈസ് മുകളിലേക്ക് പോയിട്ട് ഒരു ബ്രേക്ക് ഔട്ട്. ഓക്കെ, ഒരു ബ്രേക്ക് ഔട്ട്. ഈ ബ്രേക്ക് ഔട്ടിലൊക്കെ എൻട്രി എടുക്കുന്ന ആളുകൾ ഉണ്ടാവാം. ഓക്കെ, എന്നിട്ട് താഴേക്ക് എൻട്രി വെക്കുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ പല തരത്തിൽ ഈ ഒരു തരത്തിലൊരു പാറ്റേൺ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു തരത്തിൽ പാറ്റേൺ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേറൊരു പാറ്റേൺ പിടിക്കാം.
ഒരു ബെയറിഷ് ഫ്ലാഗ് പാറ്റേൺ. ഓക്കെ, മാർക്കറ്റ് താഴേക്ക് വന്നു, ഫ്ലാഗ് ബ്രേക്ക്ഔട്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ ബെയറിഷ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ സെല്ല് ചെയ്യും. അപ്പോൾ എന്താവും, ഇതിന് മുകളിൽ മുഴുവനായിട്ട് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഓൾറെഡി നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ഉണ്ട്. പക്ഷെ മാർക്കറ്റ് പ്രൈസ് ഇതിനെ ടാപ്പ് ചെയ്യാതെ, നോക്കൂ, ഈ ഒരു ലെവലിനെ മാനിപ്പുലേറ്റ് ചെയ്യാതെ ഇവിടെ നിന്ന് താഴേക്ക് വന്നിട്ട് പലതരത്തിലുള്ള ബെയറിഷ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? പ്രൈസ് എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ഒന്ന് കൊതിപ്പിച്ചിട്ട് പ്രൈസ് മുകളിലേക്ക് കയറും. എന്തിനാണ്? ആ മേജറായിട്ടുള്ള മുകളിലുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രൈസ് എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, മുകളിലേക്ക് പോയിട്ട് ഇതാ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു അല്ലേ? ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തത് നോക്കൂ, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്നതിന് കൂടെ നമ്മളുടെ പാറ്റേൺസ് ഫെയിലുമായി. അതിനുശേഷം ആക്ച്വലി എന്തായിരിക്കും സംഭവിക്കുക? ഒബ്വിയസ്ലി പ്രൈസ് താഴേക്ക്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ നിന്ന് ഇത് പോയില്ല? എന്തുകൊണ്ട് ഈ ബ്രേക്ക് ഔട്ടിൽ സെല്ല് ചെയ്തത് ആളുകളുടെ സ്റ്റോപ്പ് ലോസ് മുകളിൽ ഹിറ്റ് ചെയ്യിച്ച് താഴേക്ക് പോയി? കാരണം ഓൾറെഡി ഇതൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയ ആണ്. ആ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിൻ്റെ ഏരിയയുടെ താഴെ ഒരു ബെയറിഷ് പാറ്റേൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും ആളുകൾ സെല്ല് ചെയ്യും. അവരുടെ സ്റ്റോപ്പ് ലോസ് വീണ്ടും ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിൻ്റെ മുകളിൽ വീണ്ടും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി വരുമ്പോൾ എന്തായി? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂൾ ക്രിയേറ്റ് ആയി. ഓക്കെ, ഡയറക്റ്റായി ഇത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ സിമ്പിളാണ് ഇവിടെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള ലിക്വിഡിറ്റിയും ഈ ചാനൽ ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന സമയത്തുള്ള ആ സെല്ലിങ്ങിൻ്റെ സ്റ്റോപ്പ് ലോസും പാടി കൂട്ടിയിട്ട് എടുത്തിട്ട് പ്രൈസിനെ താഴേക്ക് പമ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ മനസ്സിലാക്കുക, ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഒരു മാനിപ്പുലേറ്റീവിന് വേണ്ടിയിട്ടുമാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുപോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് ചാറ്റ് പാറ്റേൺസിൽ യൂസ് ചെയ്യുന്നതിന് പകരം ചാറ്റ് പാറ്റേൺസിൻ്റെ ലോജിക്ക് മനസ്സിലാക്കുക, മാനിപ്പുലേഷൻ എവിടെ വരുന്നു എന്ന് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 27 ഓഗസ്റ്റ് ട്യൂസ്ഡേ ഫിൻനിഫ്റ്റി എക്സ്പയറിയുടെ അന്ന് നമുക്ക് നിഫ്റ്റിയിൽ വന്ന ഒരു ട്രേഡ് സെറ്റപ്പ് എന്ന് വെച്ചാൽ ട്രേഡ് സെറ്റപ്പ് എടുത്തിട്ടില്ല. ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സെറ്റപ്പ് കാണുന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു ലോജിക്ക് പറയുകയാണെങ്കിൽ എന്താണ്, ഇന്നത്തെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ. ഓക്കെ, ഇന്നത്തെ പ്രൈസ് ആക്ഷൻ. ഓക്കെ, ഏകദേശം നമ്മളുടെ സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്, എൻട്രി എടുത്തിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു ലോജിക്ക് പറയാണ്, പ്രൈസ് രാവിലെ തന്നെ എന്താണ്, മേജറായിട്ടുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് പ്രൈസ് വന്നിട്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു. സെൽ സ്റ്റോപ്പ് ടേക്ക് ഔട്ട് ചെയ്തത് ഈ ഒരു ക്യാൻഡിലാണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തത്. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് പ്രൈസ് പോകും. ഓക്കെ, മാനിപ്പുലേറ്റീവ് ലെഗിനെ റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്ക് ഇവിടെ നിന്ന് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻട്രി ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് ഒരു ടേക്ക് ഔട്ട്. ഓക്കെ, ഈ എൻട്രി സെറ്റപ്പ് കിട്ടിയിട്ടില്ല എന്നല്ല, മാർക്കറ്റ് അവേഴ്സിൽ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഓക്കെ, പ്രൈസ് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് ഡൗൺ ചെയ്ത് അതിനുശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് മാർക്കറ്റ് മുകളിലേക്ക് തന്നു. അതിനുശേഷം കറക്ഷൻ വന്നു, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നമ്മളുടെ ആ ഒരു ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ലെവലിലാണെന്ന് ആലോചിക്കുക. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റിംഗ് അബോവ് ഹിയർ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഹിയർ. ഇപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരു ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ബയ്യിങ് ആണ് അവരുടെ ഇൻറ്റൻറ്റ് എങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയയിലേക്ക് പ്രൈസിനെ ടേക്ക് ഔട്ട് ചെയ്യും. ഒന്നുകൂടി പറയാണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയ. മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻറ്റൻറ്റ് ബയ്യിങ് ആണെങ്കിൽ അവർക്ക് വേണ്ടത് സെൽ ഓർഡേഴ്സ് ആണ്. സെൽ ഓർഡേഴ്സ് റെസ്റ്റിംഗ് അബോവ് ഹിയർ ആണ്. അതിനുശേഷം സെൽ ഓർഡേഴ്സ് ഉള്ള ഏരിയയിലേക്ക് മാർക്കറ്റ് മാനിപ്പുലേറ്റീവ് ലെഗ് താഴേക്ക് ഇറക്കിയിട്ട് ഇവിടെയുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം കളക്ട് ചെയ്യും.
അതിനുശേഷം എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് മാനിപ്പുലേറ്റീവ് ലെഗ് നമ്മളെന്ത് ചെയ്യും, ഈ മാനിപ്പുലേറ്റീവ് ലെഗിനെ നമ്മളെന്ത് ചെയ്യും, ഓർഡർ ബ്ലോക്ക് ആയിട്ട് റിഫൈൻ ചെയ്ത് വെക്കും. ഓക്കെ, നമ്മൾ മാനിപ്പുലേറ്റീവ് ലെഗിനെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് റിഫൈൻ ചെയ്യും. അതിനുശേഷം ഈ ഓർഡർ ബ്ലോക്കിലേക്ക് എത്തുന്നതിന് മുന്നേ പ്രൈസ് ചില പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യും. ആലോചിക്കുക, പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യും. ഇതെന്തിനാണ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇൻഡ്യൂസ് ടു ബൈ, ആദ്യമേ നമ്മളെ കൊണ്ട് ബൈ ചെയ്യിക്കും. ഇവിടുന്ന് നമ്മളെ കൊണ്ട് ആദ്യമേ ബൈ ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ എന്താവും, ഇതിൻ്റെയൊക്കെ താഴെ വീണ്ടും സെൽ ഓർഡേഴ്സ് വരും. അവരെന്ത് ചെയ്യും, റീറ്റെയിലേഴ്സ് ഏകദേശം എൻട്രി എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രൈസിന് ഒരു ഹോപ്പ് കൊടുത്തിട്ട് പ്രൈസിനെ താഴേക്ക് വന്നിട്ട് ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുകയും മാനിപ്പുലേറ്റീവ് ലെഗിന്ന് നെക്സ്റ്റ് ഓർഡറും എടുത്തിട്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയയിലേക്ക് പോകും. ഓക്കെ, ഇതാണ് ചാറ്റ് പാറ്റേൺസ് വഴി മാനിപ്പുലേഷൻ നടക്കുന്നതിൻ്റെ മെയിൻ സോഴ്സ് അല്ലെങ്കിൽ മെയിൻ ആക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അറ്റ് ലാസ്റ്റ് കൺക്ലൂഷൻ ലെവലിലേക്ക് പോവുകയാണ്. നിങ്ങൾ എന്ത് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, ചാറ്റ് പാറ്റേൺസ് മോശമാണെന്നോ ചാറ്റ് പാറ്റേൺസ് യൂസ് ചെയ്യുമെന്നോ ഒന്നുമല്ല ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ചാറ്റ് പാറ്റേൺസ് ഫോം ചെയ്യുന്നതിൻ്റെ ഉള്ളിലുള്ള ലോജിക്ക് മനസ്സിലാക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻ വ്യൂ പോയിന്റിൽ എന്താണ്, ഇതിനെ ലിക്വിഡിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പല ആളുകളെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാനിപ്പുലേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടും ഇതുപോലെ ചാറ്റ് പാറ്റേൺസ് യൂസ് ചെയ്യും. ബുള്ളിഷ് ചാറ്റ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എവിടെയായിരിക്കും, മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ. കാരണം പ്രീമിയം ലെവലിൽ കൊണ്ടുപോയിട്ട് ബുള്ളിഷ് ചാറ്റ് പാറ്റേൺസും ഡിസ്കൗണ്ട് ലെവലിൽ കൊണ്ടുപോയിട്ട് ബെയറിഷ് ചാറ്റ് പാറ്റേൺസും നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഓപ്പോസിറ്റ് ആക്കിയും കൊണ്ട് ഇതുപോലെ ചാറ്റ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യും. പല രീതിയിൽ മാനിപ്പുലേഷൻസ് വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ചാറ്റ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബ്രേക്ക് വരുന്ന സമയത്ത് ബോത്ത് സൈഡിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നറിയാം, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യപ്പെടും. അപ്പോൾ എന്താണ്, പാറ്റേൺസ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിംസ് പാറ്റേൺസ് യൂസ് ചെയ്യാൻ നോക്കുക. ഇതുപോലെ ഇൻട്രാഡേ പേർപ്പസിനായിട്ടുള്ള 5 മിനിറ്റ് 2 മിനിറ്റ് 1 മിനിറ്റ് 15 മിനിറ്റ് ചാറ്റ് പാറ്റേൺസ് എല്ലാം ഫെയിലാവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. കാരണം അതിൻ്റെ താഴെയൊക്കെ എപ്പോഴും ഹൈ ലിക്വിഡിറ്റി ആയിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായാലും ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പം നിങ്ങൾ ലാസ്റ്റ് ഈ കൺക്ലൂഡ് ചെയ്തതിന് മുന്നേ ഈ ഒരു പാറ്റേൺ നോക്കുക. ഈ ഒരു ചാർട്ട് നോക്കുക. ഇത് എന്തിൻ്റെ ചാർട്ടാണെന്നൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം പാറ്റേൺസ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്? 6 ചാറ്റ് പാറ്റേൺസ് കണ്ടുപിടിക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റ് ഒരു ഡബിൾ ടോപ്പ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഒരു ഡബിൾ ടോപ്പ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലാഗ് പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. നമ്മൾ പഠിച്ച ഫ്ലാഗ് പാറ്റേൺ ഇവിടെ ഫോം ആയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്, ഇവിടെ ഒരു ബെയറിഷ് ഫ്ലാഗ് പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. ഇവിടെ എന്താണ്, ഇവിടെ ഒരു ചാനൽ ലെവലിൽ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇനിയുണ്ട്. ഇനി ഇവിടെ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ട് ഫോം ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഒരു അസെൻഡിങ് ട്രയാങ്കിളിൻ്റെ ഫേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. ഇനി എന്താണ്, ഇനിയുണ്ട്, നമുക്ക് ഇതാ ഇവിടെ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചാർട്ട് പാറ്റേണിൽ നിന്നല്ല നമ്മൾ ഒരുപാട് ഒരു ചാർട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഒരുപാട് പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്തു. ഓക്കെ, ഫ്ലാഗ്, ബുള്ളിഷ് ഫ്ലാഗ്, ബെയറിഷ് ഫ്ലാഗ്, കപ്പ് ആൻഡ് ഹാൻഡിൽ, അതുപോലെ തന്നെ എന്താണ്, ഇവിടെ ഇതേപോലെ ഒരു ചാനൽ, അതിൻ്റെ ബ്രേക്ക്ഔട്ട്, അതിൻ്റെ ഫേക്ക് ഔട്ട്, മെയിൻ ഒരു ചാനൽ, പല രീതിയിൽ. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട്. ഓക്കെ, അപ്പം എന്താണ്, നമ്മൾ ഒരു ചാർട്ടിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള ചാറ്റ് പാറ്റേൺസ് കാണാം. അതൊക്കെ ഓരോരുത്തരുടെ ആ മൈൻഡ് അനുസരിച്ച് അവർ റീഡ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ചാറ്റ് പാറ്റേൺസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ലിക്വിഡിറ്റി ബോത്ത് സൈഡിലെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും എന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. ചാറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾഡ് സ്കൂളാണ്. ഓക്കെ, അതിനുശേഷം ടെക്നിക്സും കാര്യങ്ങളും ഇന്നോവേറ്റീവായിട്ട് ഒരുപാട് മുന്നോട്ടേക്ക് പോയി. ചാറ്റ് പാറ്റേൺസ് ദയവ് ചെയ്ത് എന്താണ് ചെയ്യുന്നവർ ഹയർ ടൈം ഫ്രെയിംസ്, കാരണം ഹയർ ടൈം ഫ്രെയിംസ് മാത്രമേ ഹയർ ആക്യുറസി തരുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം താങ്ക് യു.